നമസ്കാരം. ന്യൂസ് 18 പ്രത്യേക ചർച്ചയിലേക്ക് സ്വാഗതം. ഒരു നേരമെങ്കിലും കാണാതെ വയ്യന്റെ ഗുരുവായൂരപ്പ നിൻ പുണ്യരൂപമെന്ന് ഗന്ധർവനാദത്തിൽ പാടി മലയാളിയെ ഗുരുവായൂരിലേക്ക് അടുപ്പിച്ച യേശുദാസിനെ വീണ്ടും ചർച്ചയാക്കുകയാണ് ശിവഗിരി മഠം. ഗാനഗന്ധർവനെ ഗുരുവായൂർ ക്ഷേത്രത്തിൽ പ്രവേശിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് ശിവഗിരി മഠം രംഗത്ത് വന്നിരിക്കുന്നു. ആചാര പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് ശിവഗിരി മഠം അടുത്ത മാസം നടത്തുന്ന പ്രക്ഷോഭത്തിലെ പ്രധാന ആവശ്യമായി ഈ വിഷയം മുന്നോട്ട് വെക്കാനാണ് തീരുമാനം. സർക്കാർ ഈ വിഷയത്തിൽ ഇടപെടണമെന്നാണ് ആവശ്യം. സമീപകാലത്തായി ആചാര പരിഷ്കരണ വിഷയങ്ങളിൽ നിരവധി നിലപാടുകൾ സ്വീകരിച്ചിരുന്നു മഠം. ഇതിന്റെ തുടർച്ചയായി ഉന്നയിക്കുകയാണിതും. അഹിന്ദുക്കൾക്ക് പ്രവേശനം നിഷേധിച്ചിരിക്കുന്ന അമ്പലത്തിൽ തികഞ്ഞ ഗുരുവായൂർ ഭക്തനായ യേശുദാസിന്റെ പ്രവേശനം ആദ്യമായല്ല ചർച്ചയ്ക്ക് വരുന്നത്. ഇതിൽ തന്റെ നിലപാട് അദ്ദേഹവും വ്യക്തമാക്കിയതാണ്. കാലാനുസൃതമായ ആചാര പരിഷ്കരണത്തിൽ ഉൾപ്പെടുത്തേണ്ടതാണോ ഗുരുവായൂരിലെ പ്രവേശനവും? ചർച്ച ചെയ്യുന്നു. പ്രത്യേക ഡിബേറ്റ്. സ്വാമി സച്ചിദാനന്ദ തത്സമയം ഈ ചർച്ചയുടെ ഭാഗമാകുന്നു. ശിവഗിരി മഠം പ്രസിഡന്റ് രാഹുൽ ഈശ്വർ സാമൂഹ്യ നിരീക്ഷകൻ, അഡ്വക്കേറ്റ് അനിൽ വിളയിൽ വിശ്വ ഹിന്ദു പരിഷത്തിന്റെ ജനറൽ സെക്രട്ടറി ഈ ചർച്ചയുടെ ഭാഗമാകുന്നു. ശ്രീ കെ കുഞ്ഞിരാമൻ മുൻ ഉദുമ MLA, അദ്ദേഹവും ഈ വിഷയത്തിൽ അഭിപ്രായം യേശുദാസിനോട് അനുകൂലിച്ചുകൊണ്ട് പങ്കുവച്ച ഒരാളാണ്. ആദ്യം ശ്രീ സ്വാമി സച്ചിദാനന്ദ, സമീപകാലത്തായി താങ്കൾ ഉന്നയിച്ച ആചാര പരിഷ്കരണവുമായി ബന്ധപ്പെട്ട നിരവധിയായ വിഷയങ്ങളുണ്ട്. അതിപ്പോൾ ഷർട്ടിട്ട് ക്ഷേത്രത്തിൽ കയറുന്ന വിഷയം മുതൽ ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ വിഷയം മുതൽ ഇങ്ങോട്ട് ഒരുപാട് കാര്യങ്ങളിൽ താങ്കൾ ഹിന്ദു സമൂഹത്തിൽ തന്നെ വ്യത്യസ്തമായ ചില ചിന്തകൾ മുന്നോട്ട് വെച്ച ഒരാൾ കൂടിയാണ്. അതിൻ്റെ ഭാഗമായി തന്നെയാണോ ഇത്തരത്തിൽ ഒരു നിലപാടിലേക്കും പോകുന്നത്? ഞാൻ ഹിന്ദു സമുദായത്തിൽ വ്യത്യസ്തമായ ഒരു നിലപാട് എടുക്കുക എന്നുള്ളതല്ല എൻ്റെ ലക്ഷ്യം. ഹിന്ദു സമുദായത്തിൽ കാമ്യമായ പരിഷ്കരണങ്ങൾ ഉണ്ടാകണം. അത് എക്കാലവും ഹിന്ദു സമുദായത്തിൽ ഉണ്ടായിട്ടുണ്ട്. മുൻപ് ശ്രീനാരായണ ഗുരുവിൻ്റെ ആധ്യാത്മികമായ നേതൃത്വത്തിൽ നടന്ന പ്രവർത്തനങ്ങൾ, അതുപോലെ നിരവധി മഹാത്മാക്കൾ, ചട്ടമ്പി സ്വാമികളും അതുപോലെ വാഗ്ഭടാനന്ദ ഗുരുദേവനും നിരവധി മഹാത്മാക്കൾ ഈ മത പരിഷ്കരണത്തിന് വേണ്ടി ശബ്ദമുയർത്തിയിട്ടുണ്ട്. അങ്ങനെയാണ് ഹിന്ദു മതത്തിൽ കാമ്യമായ പരിഷ്കരണങ്ങൾ ഉണ്ടായിട്ടുള്ളതും ആധുനിക കേരളം സൃഷ്ടമായിട്ടുള്ളതും. ശിവഗിരി മഠം ശ്രീനാരായണ ഗുരുവിൻ്റെ പാതയിൽ സഞ്ചരിക്കുന്ന പ്രസ്ഥാനമാണ്. അപ്പോൾ ശ്രീനാരായണ ഗുരുദേവൻ തുടങ്ങി വെച്ച നവോത്ഥാന പ്രക്രിയകളുടെ പിന്തുടർച്ചയാണ് ശിവഗിരിക്കുള്ളത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് കേരളീയ ക്ഷേത്രങ്ങളിൽ ഇനിയും നടക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് ശിവഗിരി മഠം സംസാരിച്ചത്. അതിൽ ഷർട്ടിട്ട് ക്ഷേത്രത്തിൽ പ്രവേശിക്കുക, ആനയും വെടിക്കെട്ടും ഉത്സവ കാര്യങ്ങളിൽ നിന്നും ഒഴിവാക്കുക, അതുപോലെ ക്ഷേത്രങ്ങളിലെ ആചാരശുദ്ധിയും നിഷ്ഠയും പാണ്ഡിത്യവുമുള്ള ആളുകളെ ജാതി വ്യത്യാസം കൂടാതെ മേൽശാന്തിക്കാരായും തന്ത്രിമാരായും നിയോഗിക്കുക. അതുപോലെ തന്നെ ഇപ്പോൾ ഗുരുവായൂർ തുടങ്ങിയ ക്ഷേത്രങ്ങളിൽ ഉണ്ടാകേണ്ട പരിഷ്കാരം. അപ്പോൾ അവിടെ യേശുദാസ് എന്നുള്ള മഹത് വ്യക്തി അദ്ദേഹത്തിൻ്റെ ഗാനം ചൊല്ലിയാണ് അവിടെ ഭഗവാനെ ഉണർത്തുന്നതും ഉറക്കുന്നതും. ഞാൻ ഗുരുവായൂർ ഒരു ദിവസം പോകുമെന്ന് അദ്ദേഹം ആവർത്തിച്ചു പറഞ്ഞു എങ്കിലും ഇതുവരെയും അദ്ദേഹത്തിന് പോകാൻ സാധിച്ചിട്ടില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു പരിതസ്ഥിതിയിൽ ഈ കേരളം വിട്ടുള്ള വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ തന്നെയും ക്ഷേത്രങ്ങളിലെ നവീനമായ പരിഷ്കൃതി സംഭവിച്ചിട്ടുണ്ട്. കേരളത്തിൽ തന്നെ ശബരിമലയിൽ ആ പരിഷ്കാരം സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് കേരളീയമായ മറ്റു ക്ഷേത്രങ്ങളിലും ആ പരിഷ്കാരം ഉണ്ടാകേണ്ടത് കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ്. അത് വെച്ചാണ് ഞാൻ സംസാരിച്ചത്. അതല്ലാതെ ഹിന്ദുമതത്തിൽ നിന്നും വ്യത്യസ്തമായ ഒരു നിലപാടെടുക്കുക എന്നുള്ളതല്ല എൻ്റെ ലക്ഷ്യം. ഈ ഇത്തരം അഭിപ്രായങ്ങൾ താങ്കളെ പോലെ മതവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയുടെ ഭാഗത്തുനിന്ന് വരുമ്പോൾ സ്വാഭാവികമായും ചർച്ച വേണം. അതിൽ പല നമ്മുടെ ആചാര കാര്യങ്ങളിലും മാറ്റം വന്നതുപോലെ ഒരു ഐക്യമുണ്ടായി
അതാത് സ്ഥലത്തെ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടവർ, തന്ത്രിമാർ, ദേവസ്വം ബോർഡൊക്കെ തീരുമാനിച്ചു വേണം ഇത്തരം മാറ്റങ്ങൾ സംഭവിപ്പിക്കാൻ. സമീപകാലത്തായി താങ്കൾ ഉയർത്തിയ പല വിഷയങ്ങളിലും ആ ഒരു സ്വീകരണം കിട്ടിയില്ല എന്നൊരു പ്രശ്നം കൂടിയുണ്ട്. നിരവധി വിഷയങ്ങളിൽ അത്തരത്തിലുള്ള മാറ്റങ്ങൾ വന്നില്ല. എന്താണ് അവിടെ നിലനിൽക്കുന്ന ആചാരം, അത് അതേപടി തുടരുകയാണ്. ഇവിടെയും ഇത്തരം ഒരു കാര്യം മുന്നോട്ട് വെക്കുമ്പോൾ ഇവിടെ കുറച്ചുകൂടി ശക്തമായ ഭാഗമാണല്ലോ. കാരണം അഹിന്ദുക്കൾക്ക് പ്രവേശനമില്ല എന്ന് വ്യക്തമായി തന്നെ ആ ക്ഷേത്രത്തിൻ്റെ ആചാര ചിട്ടകളിലുണ്ട്. അതങ്ങനെ മാറ്റിയെടുക്കുക എന്ന് പറയുന്നതിലെ ഒരു പ്രശ്നം കൂടി ചേർത്ത് വെക്കണമല്ലോ. അഹിന്ദുക്കൾക്ക് പ്രവേശനമില്ല എന്നുള്ള ഒരു ബോർഡ് പണ്ട് ശിവഗിരി മഠത്തിൻ്റെ ആചാര്യസ്ഥാനം വഹിച്ചിരുന്ന ശിവഗിരി മഠം ആചാര്യസ്ഥാനം വഹിച്ചിരുന്ന തലശ്ശേരി ജഗന്നാഥ ക്ഷേത്രത്തിലുണ്ടായിരുന്നു. ഗുരുദേവന്റെ അവസാനത്തെ ശിഷ്യനായ സ്വാമി ആനന്ദതീർത്ഥന്റെ ശ്രമഫലമായിട്ടാണ് ആ ബോർഡ് അവിടെ നിന്ന് മാറ്റിയതും എല്ലാവർക്കും അവിടെ പ്രവേശനം ഉണ്ടായത്. അപ്പം ക്ഷേത്രങ്ങളിൽ എല്ലാവർക്കും പ്രവേശനം ഉണ്ടാകണം. അത് കാലഘട്ടത്തിൻ്റെ ആവശ്യമനുസരിച്ചുള്ള കാര്യമാണ്. അത് താന്ത്രികമായ വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തി അതിനെ തന്ത്രിമാർ അത് സമ്മതിക്കുന്നില്ല, അതുകൊണ്ട് സാധിക്കുന്നില്ല എന്ന് പറഞ്ഞ് ഒഴുകിയല്ല വേണ്ടത്. ഇപ്പം ക്ഷേത്രപ്രവേശന വിളംബരമുണ്ടായി, അത് കാലഘട്ടത്തിൻ്റെ ആവശ്യമായിരുന്നു. അപ്പോൾ ആ ക്ഷേത്രപ്രവേശന വിളംബരം സൃഷ്ടിച്ചെടുക്കുന്നതിന് വേണ്ടി തന്ത്രിമാരുടെ ഉപദേശം സ്വീകരിച്ചിരുന്നില്ല. ഈ അടുത്ത കാലത്ത് ഇന്നത്തെ ഗവൺമെൻറ് പിന്നോക്കക്കാരെ ക്ഷേത്രങ്ങളിൽ ശാന്തിക്കാരായി നിയോഗിക്കാമെന്നൊരു തീരുമാനമെടുത്തു. അത് തന്ത്രിമാരുടെ തീരുമാനം അനുസരിച്ചല്ല. അതുപോലെ തന്നെ ഒരു തീരുമാനം ഉണ്ടാകേണ്ടതാണ്. ക്ഷേത്രത്തിൽ ഉടുപ്പിട്ട് കയറാം. അതുപോലെ തന്നെ ക്ഷേത്രത്തിൽ മറ്റുള്ള വിഭാഗങ്ങൾക്കും പ്രവേശനം നൽകണം. ഇത് പൊതുവെ രാജ്യം സ്വീകരിക്കേണ്ട തീരുമാനങ്ങളാണ്. ഇവിടെ നമുക്കറിയാം, ഈ ശബരിമലയിലെ സ്ത്രീ പ്രവേശനം, ഗുരുവായൂരിലെ അഹിന്ദുക്കളുടെ പ്രവേശനം ഒക്കെ നമുക്കറിയാം വിശ്വാസപരമായി ചില പ്രശ്നങ്ങളെ ആ വിശ്വാസികൾ വളരെ വൈകാരികമായി കാണുന്നുണ്ട്. അത് അവരുടെ വികാരവും ഉൾക്കൊള്ളേണ്ട പശ്ചാത്തലം കൂടിയുണ്ട്. അതല്ലാതെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഒരു സർക്കാർ സംവിധാനം അടിച്ചേൽപ്പിക്കണം എന്ന് പറയുമ്പോൾ അതിലൊരു പ്രശ്നമുണ്ടല്ലോ സ്വാമി. അങ്ങനെയായിരുന്നുവെങ്കിൽ ശ്രീനാരായണ ഗുരുവിന് അരുവിപ്പുറത്ത് പ്രതിഷ്ഠ നടത്താൻ സാധിക്കുമായിരുന്നില്ല. ഗുരുദേവൻ ധൈര്യപൂർവ്വം പ്രതിഷ്ഠ നടത്തിയതിനെ തുടർന്ന് അന്നതിനെ എതിർപ്പുകളൊക്കെ പല ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. പക്ഷെ ഗുരു ധൈര്യപൂർവ്വം മുന്നോട്ട് പോയി കേരളത്തിൻ്റെ നാനാഭാഗത്തിലും മറ്റ് പ്രദേശങ്ങളിലൊക്കെ ആ പ്രതിഷ്ഠ നടത്തിയത് കൊണ്ടാണ് മതപരമായിട്ടുള്ള പരിഷ്കൃതി രാജ്യത്തിലുണ്ടായത്. അപ്പോൾ അതുപോലെ ചില തീരുമാനങ്ങൾ നമ്മൾ ധൈര്യപൂർവ്വം സ്വീകരിക്കേണ്ടതായി വരും. ഈ ഗുരുദേവൻ മുന്നോട്ട് വെച്ച മറ്റൊരു ആശയമാണ് കരിമരുന്നും കരിവീരന്മാരെയും ഒക്കെ ഉപേക്ഷിക്കണം ക്ഷേത്രങ്ങളിൽ എന്നുള്ളത്. ഇപ്പോൾ SNDPയുടെ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട എത്ര ക്ഷേത്രങ്ങളിൽ അത്തരം സംഗതികൾ ഇതുവരെ നടപ്പിലാക്കാനായിട്ടുണ്ട് എന്നൊരു ചോദ്യം കൂടി ഉണ്ടല്ലോ. ഇങ്ങനെയുള്ള തീരുമാനം 100 വർഷങ്ങൾക്ക് മുമ്പ് ഗുരു പറഞ്ഞു. അടുത്ത കാലത്ത് ഞാനതിനെ ശക്തമായിട്ട് ആവശ്യപ്പെട്ടു. ഏതായാലും കേരളത്തിൽ ഇപ്പം നിരവധി ക്ഷേത്രങ്ങളിൽ ആനയും വെടിക്കെട്ടും വേണ്ട എന്ന് തീരുമാനിച്ചു. ആനയ്ക്ക് പകരം രഥം മതി എന്ന് തീരുമാനിച്ചു. വെടിക്കെട്ടിന് പകരം വെടിക്കെട്ട് ഒഴിവാക്കിക്കൊണ്ട് ആ പൈസ കൊണ്ട് വീട് വെച്ച് കൊടുത്ത ക്ഷേത്രങ്ങളുണ്ട്. അതുപോലെ പാവങ്ങളെ സഹായിച്ചുകൊണ്ടിരിക്കുന്ന ക്ഷേത്രങ്ങളുണ്ട്. ആനയും വെടിക്കെട്ടും വേണ്ട എന്നുള്ള തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്ന നിരവധി ക്ഷേത്രങ്ങൾ അടുത്ത കാലത്ത് മുന്നോട്ട് വന്നു. അപ്പോൾ അവിടെയും കാലാനുസൃതമായ മാറ്റങ്ങൾ വരുന്നുണ്ട് എന്നാണ് സ്വാമി പറയുന്നത്. ശ്രീ രാഹുൽ ഈശ്വർ, ഇവിടെ ഹിന്ദു സമൂഹത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയുടെ ഭാഗത്ത് നിന്നാണ് തുടർച്ചയായി ഇത്തരം ആവശ്യങ്ങൾ മുന്നോട്ട് വരുന്നത്. ഇവിടെ യേശുദാസിന്റെ പ്രവേശനവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഈ വിഷയത്തിൽ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. നമുക്കതിലേക്ക് വരാമെന്ന് കരുതുന്നു. പക്ഷേ ഇത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വൈകാരികമായ വിഷയമാണ്. പല വിഷയങ്ങളിലും ഇത്തരം ആചാരങ്ങളിൽ മാറ്റങ്ങൾ വന്നത് കൂട്ടായി ആലോചിച്ച് തീരുമാനമെടുത്ത് പല മാറ്റങ്ങളും സംഭവിപ്പിച്ചിട്ടുണ്ട്. ഇവിടെ ഈ വിഷയം ഒരു പുതിയതല്ല. വർഷങ്ങൾക്ക് മുൻപ് ചർച്ച ചെയ്യപ്പെട്ടതും അത് അവസാനിച്ചതുമാണ്. ഇപ്പോൾ ശിവഗിരി മഠത്തിൻ്റെ ഈ ആവശ്യം അത് വീണ്ടും അവർ മുന്നോട്ട് വെക്കുമ്പോൾ അമ്പലത്തിന് മുന്നിൽ പ്രക്ഷോഭത്തിൽ, ആചാരപരിഷ്കരണവുമായി ബന്ധപ്പെട്ട പ്രക്ഷോഭത്തിൽ ഇത്തരമൊരാവശ്യം ആണ് പ്രധാനമായും ഫോക്കസ് ചെയ്തു എന്ന് പറയുമ്പോൾ അതിലെന്ത് മറുപടിയാണ് രാഹുൽ എന്ന് പറയാനുള്ളത്?
ഒന്ന്, സച്ചിദാനന്ദ സ്വാമിയെ പോലൊരു വ്യക്തിയോടൊപ്പം ഇരിക്കാൻ കഴിഞ്ഞെന്ന് ഭാഗ്യമാണ്. അദ്ദേഹം നമ്മുടെ എല്ലാം ഗുരുസ്ഥാനീയനാണ്. SNDP സമൂഹത്തിന്റെയും ശ്രീനാരായണീയ സമൂഹത്തിന്റെയും മാത്രമല്ല എല്ലാ ഹിന്ദു സമൂഹത്തിന്റെയും അല്ലെങ്കിൽ എല്ലാ കേരളീയ സമൂഹത്തിന്റെ ആചാരത്തിലാണ്. കാര്യം ലോക ഗുരുവായി നമ്മുടെ ഇടയിൽ പറഞ്ഞ ശ്രീനാരായണ ഗുരുദേവന്റെ പരമ്പരയിലുള്ള അല്ലെങ്കിൽ ആ സന്യാസി പാരമ്പര്യം ഉള്ളിൽ വെക്കുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തോടൊപ്പം കഴിഞ്ഞ പലപ്പോഴും പറയാറുണ്ട്, കഴിഞ്ഞ ഓണം പങ്കിടാനുള്ള ഒരു ഭാഗ്യം എനിക്ക് ലഭിച്ചിട്ടുണ്ട്. ഞങ്ങളെല്ലാം അദ്ദേഹം ഒരു ചർച്ച പോലും ഇല്ല, അദ്ദേഹം ആജ്ഞാപിക്കാൻ അധികാരമുള്ള വ്യക്തിയാണ്. നമ്മളെല്ലാം കേൾക്കാൻ ബാധ്യതപ്പെട്ടവരുമാണ്. ഒന്ന് രണ്ട് കാര്യങ്ങളും കൂടെ അതോടൊപ്പം അദ്ദേഹത്തോട് സമർപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, ഇത് വളരെ സങ്കീർണമായ ഒരു പ്രശ്നമാണ്. ഇപ്പൊ നേരത്തെ ശ്രീ രഞ്ജിത്ത് പറയുണ്ടായി ശബരിമലയിലെ പ്രശ്നവും ഇതും. ശബരിമലയില് ലക്ഷക്കണക്കിന് സ്ത്രീകൾ കയറുന്നുണ്ട്, യുവതികൾക്കേ ഒരു നിയന്ത്രണവും ഉള്ളൂ. അതിന് താന്ത്രികപരമായ റീസൺ ഉണ്ട്. എന്നാൽ ഗുരുവായൂരില് താന്ത്രികപരമായ കാര്യം എന്നതിനേക്കാൾ കീഴ്വഴക്കത്തിന്റെ ഭാഗമായി ഹിന്ദു സമൂഹത്തിലെ ആൾക്കാരെയാണ് അവിടെ കൂടുതൽ പ്രവേശിപ്പിക്കുന്നത്. യേശുദാസ് ഭക്തനാണോ എന്ന് ചോദിച്ചാൽ ഒരു തർക്കവുമില്ല. ശ്രീ യേശുദാസിന്റെ ചെരുപ്പെടുത്തോണ്ട് അദ്ദേഹത്തോടൊപ്പം നടക്കാൻ യോഗ്യതയില്ലാത്തൊരു വ്യക്തിയാണ് ഞാൻ. യേശുദാസ് പാടിയാണ് ഗുരുവായൂരപ്പൻ ഉണരുന്നത്, ശബരിമല അയ്യപ്പൻ യേശുദാസിന്റെ പാട്ട് കേട്ടാണ് ഉറങ്ങുന്നത്. അതുകൊണ്ട് ശ്രീ യേശുദാസിനെ ക്ഷേത്രത്തിനുള്ളിൽ കയറ്റണമെന്നും ഗുരുവായൂരപ്പന്റെ മുമ്പിൽ വെച്ച് അദ്ദേഹത്തിന് പാട്ട് പാടണമെന്നും ഒരു സാധാരണ ഭക്തൻ എന്ന നിലയിൽ ഞാൻ പൂർണ്ണമായി ആഗ്രഹിക്കുന്നു. എന്നാൽ അതോടൊപ്പം ഒന്ന് രണ്ട് കാര്യങ്ങളും കൂടെ അതിലുണ്ട്. ഒരു ക്ഷേത്രത്തിന് അതിൻ്റെതായ ഒരു പ്രോസസ് ഉണ്ട്. അതായത് ക്ഷേത്രത്തിന്റെ ആചാരപരമായ കാര്യങ്ങളിൽ തന്ത്രിയാണ് അവസാന വാക്ക്, ദേവസ്വം ബോർഡാണ് അതിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് കാര്യങ്ങളിലെ അവസാന വാക്ക് എന്ന് പറയുന്നത്. സെക്കുലർ അഡ്മിനിസ്ട്രേറ്റീവ് ഭരണപരമായ കാര്യങ്ങൾ താങ്കളെ പോലെ അത്തരം ആ കാര്യം ആഗ്രഹിക്കുന്ന അനവധി നിരവധി ആളുകളുണ്ട് ശ്രീ രാഹുൽ ഈശ്വർ. അവിടെ ഈ പറഞ്ഞതുപോലെ അത്തരം കാര്യങ്ങൾ സംഭവിക്കണം, കാലാനുസൃതമായ മാറ്റങ്ങൾ വരണമെന്ന ആവശ്യമാണ് സ്വാമി മുന്നോട്ട് വെക്കുന്നത്. അദ്ദേഹവും നേരത്തെ പറഞ്ഞതുപോലെ ഈ കാര്യത്തിൽ അദ്ദേഹത്തിന്റെ അഭിപ്രായം പങ്കുവച്ചിട്ടുണ്ട്. അതായത് അദ്ദേഹം പറയുന്നത് ഗുരുവായൂരപ്പനെ കാണുന്ന എല്ലാവർക്കും ക്ഷേത്ര ദർശനം അനുവദിക്കുന്ന കാലത്തെ താൻ പോകൂ, അവിടെ ആ വിവാദം അവസാനിച്ചതാണ്. പക്ഷേ ഇത്തരം മാറ്റങ്ങൾ സംഭവിക്കണമെന്ന ആവശ്യം തുടർച്ചയായി ശിവഗിരി മഠം മുന്നോട്ട് വെക്കുകയാണ്. ശിവഗിരി മഠത്തിന് വേറെ ആർക്കാണത് പറയാൻ അധികാരമുള്ളത്? ശിവഗിരി മഠം പോലെ നമ്മളെ പരിഷ്കരിക്കാനും നമ്മുടെ ഉള്ളിലെ ജാതീയത ഇല്ലാതാക്കാനും വിവേകാനന്ദ സ്വാമി ഭ്രാന്താലയം എന്ന് പറയുന്ന കേരളത്തിലെ ദേവാലയമാക്കി മാറ്റാൻ ഏറ്റവും മുൻകൈയിട്ടെടുത്ത ശ്രീനാരായണ ഗുരുവും ചട്ടമ്പി സ്വാമിയും മഹാത്മാ അയ്യങ്കാളിയും തൈക്കാട് അയ്യാഗുരുവും ശുഭാനന്ദ ഗുരുദേവനും അടക്കമുള്ള അല്ലെങ്കിൽ വൈകുണ്ഠസ്വാമിയും അടക്കമുള്ള വലിയൊരു പരമ്പരയിൽ അവർക്ക് തന്നെയാണ് അധികാരം. പക്ഷേ ഒന്ന് രണ്ട് പ്രായോഗിക പ്രശ്നങ്ങൾ ഞാൻ വളരെ യാഥാർത്ഥ്യബോധത്തോടെയാണ് പറയുന്നത്. അതായത് തന്ത്രിയുടെ തീരുമാനം ഇതിൽ പ്രസക്തമാണ്, ദേവസ്വം ബോർഡിന്റെ തീരുമാനം പ്രസക്തമാണ്. അതിലൊരു മീറ്റിംഗ് പോലുള്ള കാര്യങ്ങൾ വേണം. എൻ്റെ ഒരു റിക്വസ്റ്റ്, സച്ചിദാനന്ദ സ്വാമി അടക്കം അദ്ദേഹത്തിനൊന്നും എഴുത്തു കൊടുക്കേണ്ട ആവശ്യം പോലുമില്ല. അദ്ദേഹം യേശുദാസും ഇങ്ങനെ ഒരു ഗുരുവായൂരിൽ പ്രവേശനത്തിന്റെ വിഷയമുണ്ട്, ഈ വിഷയത്തിൽ ദേവസ്വം ബോർഡിന്റെയും മറ്റും നിലപാട് അറിയണം, ഇന്ന ദിവസം ഞങ്ങൾക്ക് വരാൻ ആഗ്രഹമുണ്ട്, നിങ്ങളുടെ സമീപനം അറിയണമെന്നൊക്കെ പറഞ്ഞൊരു എഴുത്തോ ഏതെങ്കിലും രീതിയിൽ അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ അതൊരു പ്രോസസ്സിന്റെ ഭാഗമാകും. കാര്യം നമുക്ക് അമ്പലം എന്ന് പറയുമ്പോൾ ഒരുപാട് പവർ സെന്റേഴ്സ് അതിനകത്തുണ്ട്. ഞാൻ സത്യസന്ധമായി പറയുകയാണ്, ഒരുപാട് സെൻസിറ്റീവായ സ്പോർട്സ് ഉണ്ട്. ഇതിനോട് യോജിക്കുന്നവരുണ്ട്, യോജിക്കാത്തവരുണ്ട്, കുറച്ച് അൾട്രാ കൺസർവേറ്റീവ് ആൾക്കാരുണ്ട്. ഇതിന്റെ കൗതുകം എന്ന് പറഞ്ഞാൽ പലപ്പോഴും നമ്മുടെ ചില അമ്പലങ്ങളിൽ ആര്യ സമാജത്തിന്റെ ഒക്കെ സർട്ടിഫിക്കറ്റ് മേടിച്ചകത്ത് കയറാം. ആര്യ സമാജം എന്ന അമ്പല സംവിധാനത്തിൽ പോലും വിശ്വാസം ഇല്ലാത്തവരാണ്, ക്ഷേത്രാരാധനയിലും വിഗ്രഹാരാധനയിലും വിശ്വാസം ഇല്ലാത്തവരാണ്. ചരിത്രത്തിന്റെ ഭാഗമായി അങ്ങനെയൊക്കെ സങ്കീർണമായ കാര്യങ്ങളിലൂടെ വന്നു പോയതാണ്. അതുകൊണ്ട് ഹിന്ദു മതം എന്ന് പറയുന്നതോ ഹിന്ദു ധർമ്മം എന്ന് പറയുന്നതോ ഒരുപാട് കാര്യങ്ങൾ കൂടിച്ചേരുന്നതാണ്. അതിലെ ഒരു വിഭാഗമാണ് ഈ താന്ത്രിക ആരാധന, ആഗമ സിദ്ധാന്തം, അമ്പല സിദ്ധാന്തം എന്നൊക്കെ പറയുന്ന കാര്യം. അപ്പം സ്വാമിജിയൊക്കെ വലിയ ഒരു വേദാന്തത്തിന്റെ തലത്തിൽ വരുന്നവരാണ്, ഞങ്ങളൊക്കെ കുറെ കൂടെ സാധാരണക്കാരാണ്. അപ്പൊ ഇതൊരു കോംപ്ലക്സ് വിഷയമാണ്. സ്വാമിജിയോടുള്ള താഴ്മയായ അഭ്യർത്ഥന, ഞാൻ യോഗക്ഷേമ സഭയുടെ ചീഫായിട്ടുള്ള കാളിദാസ ഭട്ടതിരോട് സംസാരിച്ചിരുന്നു. ഗുരുവായൂരിലെ തന്ത്രി ശ്രീ ദിനേശൻ ചേട്ടനെ വിളിച്ചിരുന്നു, അദ്ദേഹത്തെ ഫോണിൽ ലഭിച്ചിരുന്നില്ല, കുറച്ചു മുമ്പാണ് വിളിച്ചത്. അപ്പോൾ ഒരു സമവായത്തിന്റെ പാതയിൽ, സംസാരത്തിന്റെ പാതയിൽ മുമ്പോട്ട് പോയില്ലെങ്കിൽ പലപ്പോഴും നമ്മുടെ ഇടയിൽ ഒരു ബാഡ് ബ്ലഡ് ഉണ്ടാവും, ഒരു കാര്യങ്ങൾ നടക്കാത്ത രീതിയിൽ പോകും. അതുകൊണ്ട് എനിക്ക് അദ്ദേഹത്തോട് താഴ്മയെ അപേക്ഷിക്കാനുള്ളത്, ഗവൺമെന്റ്, ദേവസ്വം ബോർഡ് അടക്കമുള്ള സംവിധാനങ്ങളുണ്ട്, അവർക്ക് ഇത്തരത്തിലുള്ളൊരു ആശയം അങ്ങ് പ്രോജ്വലിപ്പിച്ച് ഒരു എഴുത്ത് തുടങ്ങിയ കാര്യങ്ങൾ സർക്കാർ ഇടപെടണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടുണ്ട്. ശ്രീ രാഹുൽ ഈശ്വർ, ഇവിടെ നമുക്കറിയാം ഗുരുവായൂർ ക്ഷേത്രത്തിൽ നേരത്തെ ചൂരിദാർ ധരിക്കാനുള്ള അനുവാദമില്ലായിരുന്നു. അവിടെ എന്താണ് സംഭവിച്ചത്? എല്ലാവരും ആചാര്യന്മാർ ഒരുമിച്ച് തീരുമാനിക്കുകയാണ് അത്തരമൊരു പരിഷ്കാരം അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ട്. അത് സാധ്യമായി, അതുകൊണ്ട് മറ്റൊന്നും സംഭവിച്ചില്ല. അങ്ങനെ അത്തരം ആലോചനകൾ ക്ഷേത്രതന്ത്രിമാരുടെയും ദേവസ്വം ബോർഡിന്റെയും ഒക്കെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയും വേണം. സർക്കാരൊക്കെ എത്രത്തോളം ഈ വിഷയത്തിൽ ഇടപെടുമെന്നുള്ളതാണ് കാത്തിരുന്ന് കാണാം. ആ പ്രോസസ്സാണ്. ഒരു വരി കൂടി, ക്ഷേത്രം തന്ത്രിയുണ്ട്, ക്ഷേത്രത്തിന്റെ ആചാരപരമായ കാര്യങ്ങൾ നിൽക്കുന്നവരുണ്ട്, ദേവസ്വം ബോർഡുണ്ട്, നമുക്കൊരു ദേവസ്വം മന്ത്രിയുണ്ട്.
അപ്പൊ ഇങ്ങനെ ഒരു കൂടിയാലോചന തീർച്ചയായും വേണം. ആ കൂടിയാലോചനയുടെ പോസിബിലിറ്റി ഇല്ലാതെ നമുക്കൊരു കാര്യം മാറ്റി വരയ്ക്കാൻ പറ്റില്ല. അവിടെയാണ് പ്രക്ഷോഭം എന്ന വാക്ക് പോലും അല്ല, അദ്ദേഹത്തെ പോലൊരു വ്യക്തി പറയുക മാത്രമാണ് ചെയ്യേണ്ടത്. ആ പറയുമ്പോൾ ദേവസ്വം ബോർഡ് അടക്കമുള്ളവർ ഇതെടുക്കുകയും ചെയ്യും. ഇത് നമ്മുടെ ഇടയിൽ എന്ന് പറഞ്ഞാൽ ഹിന്ദുക്കളുടെ ഇടയിൽ ഒരു സ്പർദ്ധയോ ഒരു തർക്കമോ ഒരു വിഷയമോ ഇല്ലാതെ സമവായത്തിലൂടെ ഒരു നിലപാടിലേക്ക് എത്താൻ കഴിഞ്ഞില്ലെങ്കിൽ പല കാര്യങ്ങളും നടക്കാതെ പോകും. ഞാൻ അദ്ദേഹത്തോടൊപ്പം തന്നെ ഇരുന്ന കൂടൽമാണിക്യ ക്ഷേത്രത്തിലെ ചർച്ച നിങ്ങൾക്ക് ഓർക്കാം. അന്നേ ഞാൻ പറയുകയുണ്ടായി, ഞാൻ ബാലുവിനെ പേഴ്സണലി ഫോണിൽ വിളിച്ചതുമാണ്. ഒരു സമവായമില്ലെങ്കിൽ ഇത് നടന്നു പോവില്ല. നമുക്ക് ചർച്ച ചെയ്യാൻ അവസ്ഥ എന്താണ്? അവസാനം ബാലു ഒരാളും കൂടെ നിന്നില്ല, ബാലുദാ ജോലി വേണ്ട, കഴകം ജോലി വേണ്ട എന്ന് പറഞ്ഞ് ബാലു വീട്ടിലിരിപ്പാണ് ഇപ്പോൾ. ബാലുവിനെ അവിടെ അനുവദിച്ചില്ല. ഈ ചർച്ചകളും കാര്യങ്ങളൊന്നും സംഭവിച്ചില്ല. ഇങ്ങനെ മാറ്റങ്ങൾ വേണമെന്ന് ആവശ്യപ്പെടുന്നതല്ലാതെ എന്താണോ നടന്നു പോകുന്നത് അവിടെ ഒരു അനുരഞ്ജനത്തിനും ഒരു അനുനയത്തിനും തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. രാഹുൽ, എന്നോടാണെങ്കിൽ അത് തന്നെയാണ് എന്റെ പോയിന്റ്. അതായത് അങ്ങേക്ക് ഓർമ്മ കാണും, ഒരുപക്ഷെ ഏകദേശം മുമ്പ് വയലാർ രവി സാറിന്റെ മകൻ വിഷയത്തിൽ ഇതേപോലെ അവരുടെ അമ്മ ക്രിസ്ത്യാനി ആയതുകൊണ്ട് ഈ വിഷയം ഉണ്ടായി. ഞാൻ അടക്കം വളരെ സജീവമായി ഇടപെട്ടതാണ്. നമ്മളൊരു 2ാം ക്ഷേത്രപ്രവേശന വിളംബരം തുടങ്ങിയ ആശയം അന്ന് ചിന്തിച്ചതാണ്. അവിടെയാണ് പ്രായോഗിക തലത്തിൽ സമവായം ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്ന ആൾക്കാർ നമ്മുടെ ഇടയിൽ ഇല്ല. അതാണ് സത്യസന്ധമായി പറഞ്ഞ വിഷയം. ഏത് വിഷയത്തിലാണെങ്കിലും പ്രായോഗിക തലത്തിൽ സമവായം ഉണ്ടാക്കി ഗവൺമെന്റിനെയും തന്ത്രിമാരെയും ഒക്കെ യഥാർത്ഥത്തിൽ പണ്ട് മഹാത്മാഗാന്ധി ചെയ്ത കാര്യം തന്നെ വന്ന് കണ്ടില്ലെങ്കിൽ താൻ പോയി കാണാമെന്ന് പറഞ്ഞ് എല്ലാവരുടെയും അടുത്തു പോയി ഒരു സമവായം ഉണ്ടാക്കാൻ നമ്മുടെ ഇടയിൽ ആരെങ്കിലും നേതൃത്വം എടുക്കുകയാണെങ്കിൽ മാത്രമേ ഇത് പ്രായോഗികമായി നടക്കുകയുള്ളൂ. ഇല്ലെങ്കിൽ ചർച്ചകളിൽ മാത്രം തട്ടി അത് നിൽക്കും. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ജാതിയുടെയോ മറ്റ് വിശ്വാസത്തിന്റെയോ പേരിലോ തർക്കങ്ങളായി മാറും. അതുകൊണ്ട് എന്റെ ഏക അഭ്യർത്ഥന, ഇത് പല വിശ്വാസികൾക്കും താല്പര്യമുള്ള വിഷയമാണ്. പക്ഷേ ഈ വിഷയത്തിന് ഒരു ഫലപ്രാപ്തി ഉണ്ടാകണമെങ്കിൽ തന്ത്രിമാരുടെ അനുവാദം വേണം, ദേവസ്വം ബോർഡിന്റെ സമവായം വേണം, ഗവൺമെന്റിന്റെ അടക്കമുള്ള പങ്കാളിത്തം വേണം. ആ രീതിയിൽ മാത്രമേ മുമ്പോട്ട് പോകാൻ കഴിയൂ എന്നുള്ളത് നമ്മുടെ മുമ്പിൽ കാണുന്ന യാഥാർത്ഥ്യമാണ് എന്ന് സ്വാമിയുടെ പാദങ്ങളിൽ ഞാൻ സമർപ്പിക്കുന്നു. ശ്രീ അഡ്വക്കേറ്റ് അനിൽപിള്ളയിൽ, ഇവിടെ സർക്കാർ ഇടപെടണമെന്നാണ് സ്വാമി സച്ചിദാനന്ദ ആവശ്യപ്പെടുന്നത്. സമവായം വേണമെന്ന് രാഹുൽ ഈശ്വറും പറയുന്നു. ഇങ്ങനെ ഗുരുവായൂർ ക്ഷേത്രം പോലെയുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രത്തിൽ, നമുക്കറിയാം ഉത്തരേന്ത്യയിലൊക്കെ ഒരു ക്ഷേത്രത്തിലും അഹിന്ദുക്കൾക്ക് പ്രവേശനത്തിൽ തടസ്സമില്ല. നമ്മുടെ ശബരിമലയിലും ആ പ്രശ്നമില്ല. മറ്റ് പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിലൊന്നും അത്തരം വിഷയങ്ങളില്ലാത്തപ്പോൾ എന്തിന് ഗുരുവായൂർ മാത്രം ഇങ്ങനെ ഒരു ആചാരം, എന്തിനാണ് അത് അങ്ങനെ കൊണ്ടുപോകുന്നത്? അതിന് മാറ്റം വരണ്ടേ കാലാനുസൃതമായി എന്ന ചോദ്യമാണ് ഉയരുന്നത്. അതും ഹിന്ദു സമൂഹത്തിലെ വളരെ പ്രധാനപ്പെട്ട സ്വാമിയാണ് ഈ വിഷയം മുന്നോട്ട് വെക്കുകയും അതുമായി ബന്ധപ്പെട്ട് പ്രക്ഷോഭത്തിന് ഇറങ്ങുകയും ചെയ്യുന്നത്. ഗുരുവായൂർ ക്ഷേത്ര നടയിലാണ് പ്രക്ഷോഭം സംഘടിപ്പിച്ചിരിക്കുന്നതും. ഇതിൽ എന്താണ് താങ്കളുടെ നിലപാട്? ഹിന്ദു സംഘടനകൾ ഈ വിഷയത്തിൽ ഉചിതമായ ചർച്ചകൾ നടത്തി തീരുമാനമെടുക്കേണ്ട ഒന്ന് തന്നെയല്ലേ ഇതും? തീർച്ചയായിട്ടും കേരളത്തിലെ ഏറ്റവും ആരാധനായിട്ടുള്ള സന്യാസി ശ്രേഷ്ഠനോടൊപ്പം ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ സാധിക്കുക എന്ന് പറയുന്നത് വളരെ ഭാഗ്യമാണ്. അദ്ദേഹം പറഞ്ഞ വാദമുഖങ്ങളായിട്ട് നമ്മൾ ബന്ധപ്പെടുത്തി പറയുമ്പോൾ 3 കാര്യങ്ങൾ പ്രത്യേകം ഒന്ന് ചിന്തിക്കേണ്ടതുണ്ട്. വിശ്വാസം, വൈകാരികത, നിയമം. ഈ 3 കാര്യങ്ങളുമായി കെട്ടുപിണഞ്ഞു കിടക്കുന്ന ഒരു ചർച്ചാ വിഷയമാണ് നമ്മളുടെ ഇന്നത്തെ ചർച്ചാ വിഷയം. തീർച്ചയായിട്ടും സ്വാമി പറഞ്ഞ കാര്യത്തിൽ ഒരു കാര്യം പ്രധാനപ്പെട്ടതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഹിന്ദുമതം എന്ന് പറയുന്നത് നിത്യനൂതനമാണ്. എല്ലാ കാലത്തും പരിഷ്കരണത്തിന് വിധേയമായിട്ടുള്ള ലോകത്തിലെ അപൂർവം മതങ്ങളിൽ ഒന്നാണ് ഹിന്ദുമതം. ബാക്കി സെമറ്റിക് മതങ്ങളൊക്കെ അത് ഏത് കാലത്താണോ ഉത്ഭവിച്ചത് ആ രീതിയിലുള്ള ആചാര അനുഷ്ഠാനങ്ങളിൽ മാത്രം നിന്നുകൊണ്ട് പോകുമ്പോൾ ഹിന്ദുമതം എല്ലാ കാലത്തും മാറ്റത്തിന് വിധേയമായി. പക്ഷെ ഈ ആരാധനയുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിനെ പറ്റി നമ്മൾ നോക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ബാക്കി മതങ്ങളുടെയൊക്കെ സ്ഥലങ്ങൾ ആരാധനാലയങ്ങൾ മാത്രമാണ്. ആരാധനാലയവും ദേവാലയവും തമ്മിലുള്ള വ്യത്യാസം വളരെ വ്യക്തമാണ്. ആരാധനാലയം എന്ന് വെച്ചാൽ ഒരു വിശ്വാസത്തിലുള്ള ആൾക്കാർക്ക് ഒത്തുകൂടാനും പ്രാർത്ഥിക്കാനും അവരുടെ ആചാര്യന്റെ പ്രഭാഷണം കേൾക്കാനും അഭിപ്രായം പറയാനും ഒക്കെയുള്ള സ്ഥലങ്ങൾ മാത്രമാണ് ആരാധനാലയം. പക്ഷെ ദേവാലയം തീർത്തും വ്യത്യസ്തമാണ്. ദേവാലയം എന്ന് പറഞ്ഞാൽ ദേവന്റെ വീട് തന്നെയാണ്. ഓരോ വീടിനും അതിൻ്റെതായ നിയമങ്ങളുണ്ട്. ശ്രീ രഞ്ജിത്ത് രാമചന്ദ്രന്റെ വീട്ടിലെ രീതികളല്ല എൻ്റെ വീട്ടിലെ രീതികൾ. വ്യത്യസ്തമായ രീതികൾക്കനുസരിച്ചുകൊണ്ട് കാര്യങ്ങൾ പോകേണ്ടതുണ്ട്. ഗുരുവായൂർ അമ്പലവുമായി പറയുമ്പോൾ നമ്മൾ നിയമത്തിന്റെ കാര്യങ്ങൾ കൂടി നോക്കേണ്ടതുണ്ട്. 1965 കേരളത്തിലെ കേരള ഹിന്ദു പ്ലേസസ് ഓഫ് പബ്ലിക് വർഷിപ്പ് ആക്ട്, അതിന്റെ ബ്രാക്കറ്റിൽ ഒരു കാര്യം കൂടെ ഉണ്ട്, ഓതറൈസേഷൻ ഓഫ് എൻട്രി 1965. ആ ആക്ടിലെ ചട്ടം അനുസരിച്ച് അതിന്റെ 3ാം ചട്ടം ഈ ശബരിമല ക്ഷേത്രവുമായി ബന്ധപ്പെട്ട കേസിൽ സുപ്രീം കോടതി വളരെ വ്യക്തമായി സ്ത്രീകളുടെ കാര്യത്തിൽ ആ 3B എന്ന് പറയുന്ന വകുപ്പാണ് ചർച്ച ചെയ്ത് അസ്ഥിരപ്പെടുത്തിയത്. പക്ഷെ അതിനകത്ത് 3A എന്ന് പറയുന്ന വകുപ്പ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. 1965 കാലത്തിൽ കേരളത്തിൽ ഭരണം നടത്തിയിരുന്ന ഗവർണർ ഭരണമായിരുന്നു. അജിത് പ്രസാദ് ജെയിൻ എന്ന് പറഞ്ഞ കോൺഗ്രസിന്റെ നേതാവായിരുന്നു അന്ന് കേരളത്തിലെ ഗവർണർ. അദ്ദേഹമാണ് ഈ ഓർഡിനൻസിനെ നിയമമാക്കിക്കൊണ്ട് ഇറക്കിയത്.
അതിനകത്തെ ചട്ടം 3B അനുസരിച്ച് അഹിന്ദുക്കൾക്ക് ക്ഷേത്രത്തിൽ പ്രവേശനമില്ല. വളരെ വ്യക്തമായിട്ട് അത് രേഖപ്പെടുത്തിയിട്ടുണ്ട് അതിന്റെ ആ ചട്ടത്തിനനുസരിച്ച്. അപ്പോൾ നിയമത്തിന്റെ ഒരു പ്രാബല്യം ഈ വിഷയത്തിലുണ്ട്. രണ്ടാമത്തേത് അതിന്റെ വിശ്വാസപരമായ പ്രത്യേകതയാണ്. ഗുരുവായൂർ പോലെ വളരെ താന്ത്രിക പ്രാധാന്യമുള്ള ക്ഷേത്രം, ദേവാലയമാണ്. താങ്കൾ സൂചിപ്പിച്ചതിനകത്തൊരു വസ്തുതാപരമായ പിശകുണ്ട്. ഉത്തരേന്ത്യയിലെ ക്ഷേത്രങ്ങളിലും ഇതിനേക്കാൾ വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല. അതാത് ക്ഷേത്രങ്ങളിലെ ആരാധനാ രീതി അനുസരിച്ച് വ്യത്യാസമുണ്ട്. പുരി ജഗന്നാഥ ക്ഷേത്രത്തിൽ 1984 രാജീവ് ഗാന്ധി ഭാര്യ സോണിയാഗാന്ധിയോടൊപ്പം സന്ദർശനത്തിന് പോയപ്പോൾ സോണിയാഗാന്ധി ആ ക്ഷേത്രത്തിൽ കയറ്റിയില്ല. എന്തേ കാരണം? അവർ കത്തോലിക്ക മതവിശ്വാസിയായ കാരണത്താലാണ്. ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ ഭാര്യയെ പോലും പുരി ജഗന്നാഥ ക്ഷേത്രത്തിൽ കയറ്റിയില്ല. സോമനാഥ ക്ഷേത്രം കഴിഞ്ഞ കുറെ കാലത്തിന് മുമ്പ് രാഹുൽ ഗാന്ധി കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ഗുജറാത്തിൽ എത്തിയപ്പോൾ ആ ക്ഷേത്രത്തിൽ കയറുന്നതിന് അദ്ദേഹം ഒപ്പിട്ട് കൊടുത്തു, ഞാൻ ഹിന്ദു മതവിശ്വാസിയാണ് എന്നുള്ളതാണ് വിശ്വാസിയാണെന്ന് പറഞ്ഞാൽ പ്രവേശിക്കാം. പ്രവേശിക്കാം. APJ അബ്ദുൽ കലാം തിരുപ്പതി ക്ഷേത്രത്തിൽ സന്ദർശനം നടത്തി, അദ്ദേഹവും അവിടെ എഴുതി ഒപ്പിട്ട് കൊടുത്തു, ഞാൻ ഹിന്ദു മത വിശ്വാസിയാണ്. അന്നേരം വിശ്വാസം ഇതിനകത്തെ പ്രധാന ഘടകം തന്നെയാണ്. യേശുദാസ് വിശ്വാസിയാണ്, തീർച്ചയായിട്ടും അദ്ദേഹം വിശ്വാസി അല്ല എന്ന് ഈ നാട്ടിലെ ഒരു വ്യക്തിയും പറയത്തില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, ഒരു നിയമാവലി ഗുരുവായൂർ ക്ഷേത്രത്തിന് ബാധകമായിട്ടുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച നിയമാവലി അനുസരിച്ച് അദ്ദേഹത്തിന് സിമ്പിളായ ഒരു കാര്യമാണ്. അദ്ദേഹം അവിടെ ഒന്ന് എഴുതി കൊടുക്കണം, ഞാൻ ഹിന്ദുമത വിശ്വാസിയാണെന്ന്. ഒരു രേഖ വേണമല്ലോ. ഒരു രാജ്യത്തൊരു നിയമ സംവിധാനം ഉണ്ട് എങ്കിൽ ആ നിയമം അനുശാസിക്കുന്ന കാര്യം പ്രാവർത്തികമാക്കാൻ എല്ലാവരും ബാധ്യസ്ഥരാണ്. അദ്ദേഹം മികച്ചൊരു ഗായകനാണ്. അദ്ദേഹത്തിന്റെ ശ്രീകൃഷ്ണ ഗാനങ്ങളും ഗുരുവായൂരപ്പ ഭക്തഗാനങ്ങളും ഒക്കെ തന്നെ എല്ലാ ജനങ്ങൾക്കും ഇഷ്ടപ്പെടുന്ന കാര്യം തന്നെയാണ്. പക്ഷെ വളരെ സിമ്പിളായ ഒരു പ്രൊസീജിയർ മാത്രമേ ഉള്ളൂ. ഒരു കാര്യം കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഈ 1974 മുല്ലക്കൽ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഇതേ വിഷയം കേരള ഹൈക്കോടതിയുടെ മുമ്പാകെ വന്നു. 2010 ഒരു സ്ത്രീ ഒരു പൊതു താല്പര്യ ഹർജി കേരള ഹൈക്കോടതിയിൽ കൊടുത്തു. ഈ ഗുരുവായൂർ ക്ഷേത്രത്തില് യേശുദാസിന് പ്രവേശനം കൊടുക്കണം. എന്തായിരുന്നു നമ്മുടെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഉത്തരവ്? ഇതൊരു പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ ഒന്നുമല്ല. ₹1 കോസ്റ്റ് അടിച്ചുകൊണ്ട് അത് തള്ളുകയാണ്. യേശുദാസ് എന്ന് പറയുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ വ്യക്തിപരമായിട്ടുള്ള കാര്യം മാത്രമാണ് ഇതെന്ന് പറഞ്ഞുകൊണ്ടാണ് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ആ ഒപ്പി തള്ളിയത്. നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, അദ്ദേഹത്തിന് ഈസി ആയിട്ട് ഈ ഗുരുവായൂർ ക്ഷേത്രത്തിൽ സന്ദർശനം നടത്താൻ സാധിക്കും. എത്രയോ ആൾക്കാർ കയറുന്നു. വിശ്വാസിയാണെന്ന് ഒരു ഡിക്ലറേഷൻ കൊടുക്കാൻ APJ അബ്ദുൽ കലാം തയ്യാറായി, സോണിയാഗാന്ധി തയ്യാറായി, രാഹുൽ ഗാന്ധി തയ്യാറായി. ഞാൻ കേട്ടതനുസരിച്ചാണ് ഇന്ദിരാഗാന്ധി ആദ്യം 1969 കാലഘട്ടത്തിൽ തിരുപ്പതി ക്ഷേത്രത്തിൽ പോയപ്പോഴും ഇപ്രകാരം ഒരു ഡിക്ലറേഷൻ കൊടുത്തായിട്ടാണ് മനസ്സിലാക്കുന്നത്. ഇവരൊക്കെ കൊടുത്ത അതേ ഡിക്ലറേഷൻ, വളരെ സിമ്പിൾ ഒരു പ്രൊസീജിയർ അദ്ദേഹം അനുസരിക്കാൻ ബാധ്യസ്ഥനാണ്. അദ്ദേഹം മികച്ച ഗായകനാണ്, ശ്രീകൃഷ്ണ ഭക്തനാണ്, ഒന്നും ആർക്കും എതിരെ അഭിപ്രായമില്ല. പക്ഷെ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വിശ്വാസവും നിയമവും മനുഷ്യന്റെ വൈകാരികമായ ചിന്തകളെ ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങൾ ചെയ്യാൻ ബാധ്യസ്ഥനാണ്. അത് മൂന്നും അനുസരിക്കുകയാണെങ്കിൽ യേശുദാസിന് ഈ ഗുരുവായൂർ ക്ഷേത്രത്തിൽ പ്രവേശനം നടത്തുന്നതിന് യാതൊരു തടസ്സവുമില്ല. അദ്ദേഹം എത്രയോ ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിൽ പോകുന്നുണ്ട്. എത്രയോ ക്ഷേത്രങ്ങളില്. ശബരിമലയിലെ നിയമമാണോ ഗുരുവായൂരില്? അല്ല, അദ്ദേഹം ഗുരുവായൂരപ്പനെ ഞാൻ മനസ്സിലാക്കുന്നത് ശ്രീ അൽവിളയില് ഇവിടെ തൃശ്ശൂർ തെക്കേമഠം ഏർപ്പെടുത്തിയ ഒരു പുരസ്കാരം സ്വീകരിക്കാൻ 2018 മറ്റോ അദ്ദേഹം എത്തിയപ്പോഴാണ് ഈ വിഷയത്തിൽ അദ്ദേഹത്തിന്റെ പ്രതികരണം ഉണ്ടായത്. ഞാൻ ഇതിന്റെ ഒരു ഹിസ്റ്ററി തിരഞ്ഞപ്പോൾ കിട്ടിയതാണ്. അത് അദ്ദേഹം പറഞ്ഞത്, ഗുരുവായൂരപ്പനെ കാണുന്ന എല്ലാവർക്കും ക്ഷേത്ര ദർശനം അനുവദിക്കുന്ന കാലത്തെ താൻ പോവുകയുള്ളൂ. ഗുരുവായൂരിൽ കയറാതെ മറ്റൊരു ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലും കയറില്ല എന്ന് പ്രതിജ്ഞ പാലിക്കുന്നുണ്ട് എന്നുകൂടി അദ്ദേഹം എന്നോട് കൂട്ടിച്ചേർത്ത് പറയുകയുണ്ടായി. അല്ല, അതിനെപ്പറ്റി എനിക്ക് അഭിപ്രായമൊന്നും പറയാനില്ല. പക്ഷെ അദ്ദേഹം പറഞ്ഞതിനകത്തൊരു വസ്തുതാപരമായ വിഷയമുണ്ട്. ഗുരുവായൂരപ്പനെ ദർശിക്കാൻ എല്ലാവർക്കും ഭാഗ്യം ലഭിക്കുന്ന കാലത്തെ ഞാൻ പോകുന്നുള്ളൂ എന്ന് പറയുമ്പോൾ ഈ ഗുരുവായൂർ ക്ഷേത്രം ഒരു മ്യൂസിയം പോലെ തുറന്നിടണമെന്നാണോ ഉദ്ദേശിക്കുന്നത്? ഈ വരുന്നവർക്കും പോകുന്നവർക്കും ഒക്കെ എല്ലാവർക്കും യാതൊരു വിധമായ നിയമത്തിന്റെ ഒരു പരിരക്ഷയും ഇല്ലാതെ ആ ക്ഷേത്രത്തിൽ കയറി ഇറങ്ങാനുള്ള സ്വാതന്ത്ര്യമാണോ യേശുദാസ് ഉദ്ദേശിച്ചത്? എനിക്കറിയില്ല. പക്ഷെ അത് തീർത്തും തെറ്റല്ലേ? താങ്കൾ തന്നെ പറയൂ. ഇത് കൃത്യമായ രീതിയിൽ ഓരോ ക്ഷേത്രത്തിന്റെയും ആചാരാനുഷ്ഠാനങ്ങൾക്കനുസരിച്ച് നമുക്കറിയാം. എല്ലാ ക്ഷേത്രങ്ങളിലെയും ഡയറ്റി മൈനറാണ്. നിയമം അനുസരിച്ച് ഡയറ്റികൾ മൈനറാണ്. ആ മൈനറുടെ പിതൃസ്ഥാനത്ത് നിൽക്കുന്നത് ആ ക്ഷേത്രത്തിന്റെ തന്ത്രിയാണ്. ആ തന്ത്രി സ്ഥാനത്ത് നിൽക്കുന്ന പിതാവിന്റെ സ്ഥാനത്ത് നിൽക്കുന്ന തന്ത്രി നിശ്ചയിക്കുന്ന നിയമങ്ങൾക്ക് അനുസൃതമായിട്ടല്ലേ ആ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ഞങ്ങളുടെ സംഘടനയുടെ ഈ കാര്യത്തിലെ നിലപാടെന്ന് പറഞ്ഞാൽ ഇതൊരു പൊതുസമൂഹത്തിലിട്ട് ഇങ്ങനെ ചർച്ച ചെയ്യുകയോ ഒരു സമര പരിപാടികളിലേക്ക് കൊണ്ടുപോവുകയോ ചെയ്യേണ്ട വിഷയമല്ല. അല്ല, അവിടെ സ്വാമിയെ പോലെ വളരെ പ്രധാന ഹിന്ദു സമൂഹത്തിൽ നമുക്കറിയാം ഇത്തരം വിഷയങ്ങളിൽ പല പരിഷ്കാരങ്ങൾ വന്ന ഒരു സമൂഹം കൂടിയാണ്. താങ്കൾ പറഞ്ഞ പോലെ വിശാലമായി ചിന്തിക്കുന്ന ഒരു സമൂഹമാണ്. അവിടെ സ്വാമി സച്ചിദാനന്ദനെ പോലെ വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തി ഇത്തരം ഒരു ആശയം മുന്നോട്ട് വെക്കുമ്പോൾ അതിനെ അങ്ങനെ അങ്ങ് തള്ളിക്കളയുക എന്നുള്ളതാണോ വേണ്ടത്? അതോ ഒരു കോമൺ ചർച്ച വരണമോ?
ഇതിലൊരു സമവായം വരണമോ, അത് ഉയർത്തിക്കാട്ടാനുള്ള ഒരു കടമ കൂടി വിശ്വ ഹിന്ദു പരിഷത്ത് പോലെയുള്ള സംഘടനകൾക്കുണ്ടല്ലോ? അതെ, തീർച്ചയായിട്ടും ഉണ്ട്. സ്വാമി മുമ്പോട്ട് വെച്ച ആശയം മഹത്തരമാണ്. കഴിഞ്ഞ 1.5-2 വർഷക്കാലത്തിന് മുമ്പ് തൃശൂർ തേക്കിൻകാട് മൈതാനത്ത് കേരളത്തിലെ സന്യാസി സമൂഹം ഒത്തുകൂടിയിരുന്നു. ആ സന്യാസി സമൂഹം ഒത്തുകൂടുന്നതിന് മുമ്പ് നടത്തിയിട്ടുള്ള ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ കേരളത്തിലെ ആചാരാനുഷ്ഠാനങ്ങളിലെ വളരെ വലിയ മാറ്റങ്ങൾ ഉണ്ടാകണമെന്ന് വ്യക്തമായ നിർദ്ദേശം മുമ്പോട്ട് വെച്ചിട്ടുണ്ട്. ശിവഗിരി മഠത്തിൽ നിന്നുള്ള ഒരു സന്യാസി ശ്രേഷ്ഠൻ പോലും ആ സംഭവത്തിൽ, ആ യോഗത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. അവിടെ പറഞ്ഞൊരു കാര്യമാണ്, എല്ലാ ക്ഷേത്രങ്ങളിലും ഷർട്ട് ധരിച്ചുകൊണ്ട് കയറാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടാകണം. വിശ്വ ഹിന്ദു പരിഷത്തിന്റെ ബഹുഭൂരിപക്ഷം ക്ഷേത്രങ്ങളിലും അത് നടപ്പാക്കിയിട്ടുണ്ട്. അതെന്തുകൊണ്ടാണ്? അവിടുത്തെ തന്ത്രിമാരോട് അനുവാദം ചോദിച്ചതിന് ശേഷം ആ പ്രശ്നമില്ല. ഷർട്ട് ഇട്ടും കയറാം, ഷർട്ട് ഇടാതെയും കയറാം. കലൂർ പാവക്കുളം മഹാദേവ ക്ഷേത്രം കേരളത്തിലെ എടുത്തു പറയത്തക്ക ഒരു ക്ഷേത്രമാണ്. അവിടെ എത്രയോ ഭക്തജനങ്ങൾ ഷർട്ട് ഇട്ട് കയറുന്നു, ഷർട്ട് ഇടാതെ കയറുന്നു, യാതൊരു തർക്കവുമില്ല. അവിടെ അഹിന്ദുക്കൾ കയറുന്നു, മുസ്ലിം സ്ത്രീകൾ അവിടെ വന്ന് പ്രാർത്ഥിക്കുന്നു, ഗണപതി ഹോമത്തിൽ പങ്കാളികളാവുന്നു. യാതൊരു എതിർപ്പും ഞങ്ങളതിൽ പുലർത്താറില്ല. പക്ഷേ ഒരു കാര്യമുണ്ട്, ഈ രാജ്യത്തെ നിയമം, ഞാൻ നേരത്തെ സൂചിപ്പിച്ച കേരള ഹിന്ദു പ്ലേസസ് ഓഫ് പബ്ലിക് വർഷിപ്പ് ആക്ട്, ഓതറൈസേഷൻ ഓഫ് എൻട്രി 1965, അതനുസരിക്കാൻ യേശുദാസ് ബാധ്യസ്ഥനല്ലേ? അദ്ദേഹം കയറിക്കോടണ്ടെന്ന് ഞങ്ങൾ പറയുന്നില്ല. പക്ഷേ വിശ്വാസത്തിന്റെ ഭാഗമായിട്ട് അദ്ദേഹം കയറുമ്പോൾ അദ്ദേഹം ജന്മം കൊണ്ടൊരു ക്രിസ്ത്യാനിയാണ്, അതല്ല നമ്മൾ നിഷേധിക്കുന്നില്ല. അദ്ദേഹം മതം മാറിയിട്ടില്ല എന്ന് അദ്ദേഹത്തിന്റെ ഭാര്യ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. കുറെ വർഷങ്ങൾക്ക് മുമ്പ് സുബ്രഹ്മണ്യ സ്വാമി ഒരു ട്വീറ്റ് ചെയ്ത സമയത്ത്, സുബ്രഹ്മണ്യ സ്വാമിയുടെ ട്വീറ്റിനകത്തൊരു വസ്തുതാപരമായ പ്രശ്നമുണ്ടായിരുന്നു. യേശുദാസ് അദ്ദേഹത്തിന്റെ പൂർവികരുടെ മതത്തിലേക്ക് തിരികെ വന്നു എന്നായിരുന്നു ആ ട്വീറ്റ്. ആ ട്വീറ്റ് വന്നപ്പോൾ യേശുദാസിന്റെ ഭാര്യ പ്രഭ യേശുദാസ് വളരെ വ്യക്തമായി സൂചിപ്പിക്കുകയുണ്ടായി, എന്റെ ഭർത്താവ് യേശുദാസ് മതം മാറിയിട്ടില്ല. ശരി, ശ്രീ കെ കുഞ്ഞിരാമൻ, ഇവിടെ സർക്കാരിന് ഈ വിഷയത്തിൽ റോൾ ഉണ്ട്. ദയവായി തുടരുക. ശ്രീ കെ കുഞ്ഞിരാമൻ, സർക്കാരിന് ഈ വിഷയത്തിൽ വളരെ കൃത്യമായി റോൾ ഉണ്ട് എന്ന് സ്വാമി സച്ചിദാനന്ദ പറയുകയാണ്. സർക്കാർ ഇടപെടണം, ഇതിൽ ഇത്തരം കാര്യങ്ങളിൽ മാറ്റങ്ങൾ സംഭവിക്കണം. അത് അത്തരത്തിൽ ഉണ്ടാകുമോ? നമുക്കറിയാം, പല വിഷയങ്ങളിലും വിശ്വാസപരമായ വിഷയങ്ങളിൽ ഇടപെട്ട് കൈവള്ളിയ ഒരു സർക്കാരിനോട് ഇത് ആവശ്യപ്പെടുക എന്ന് പറയുന്നതിലും ഒരു പ്രശ്നമുണ്ട്. ശ്രീ കുഞ്ഞിരാമൻ, ഈ പ്രശ്നം വളരെ ഗൗരവമേറിയ ഒരു പ്രശ്നമാണ്. ഗുരുവായൂർ അമ്പലത്തിൽ യേശുദാസിന് പ്രവേശനം കൊടുക്കാൻ വേണ്ടി പാടുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് ഈ ചർച്ച. ഞാൻ പറയുന്നത്, ഗുരുവായൂർ അമ്പലത്തിൻ്റെ ദേവസ്വം ഭാരവാഹികളും അതുപോലെ അവിടുത്തെ തന്ത്രിമാരും ഒന്നിച്ചു ചേർന്ന് യേശുദാസിനെ ക്ഷണിച്ചു കൊണ്ടുവന്ന് കൂട്ടിക്കൊണ്ടുവരണം അമ്പലത്തിൽ. അതാണ് ഏറ്റവും വലിയ മഹത്വം. അതിന് എന്തൊക്കെ സാങ്കേതികത്വം പറഞ്ഞ്, ഇപ്പോൾ നേരത്തെ സംസാരിച്ച എൻ്റെ പ്രിയ സുഹൃത്ത് പറഞ്ഞതുപോലെ സാങ്കേതികത്വം പറഞ്ഞ് അദ്ദേഹത്തെ മാറ്റി നിർത്തുന്നത് ഈ പൊതുസമൂഹത്തോട് നമ്മൾ കാണിക്കുന്ന ഏറ്റവും വലിയ മര്യാദകളാണ്. ഈ കാലഘട്ടം എഴുതുന്നതിനെ കുറിച്ച് നമുക്ക് ഓർക്കാൻ വിളിക്കുക. ഗുരുവായൂർ സത്യാഗ്രഹം നടന്നത് നമുക്ക് ഓർമ്മയുണ്ട്. 1931 മഹാനായ കേളപ്പന്റെ നേതൃത്വത്തിൽ ആ സമരം നടന്നപ്പോൾ കൃഷ്ണപിള്ളയും AKജിയും അതിന്റെ വളണ്ടിയർമാരായിരുന്നു. ചരിത്രം ഞാൻ പോകുന്നില്ല. അന്നെന്താ അവർ പറഞ്ഞത്? ഹിന്ദുക്കളായ പാവപ്പെട്ടവർക്കും പിന്നോക്ക ജാതിക്കാർക്കും അതിൻ്റെ പ്രവേശനമാണെന്നല്ലേ. അന്ന് നമ്മളെ തന്ത്രിമാരും നമ്മളെ ക്ഷേത്രം പരാതികൾ എന്താ പറഞ്ഞത്? ഇതിൽ ഇത് കയറാൻ വേണ്ടി പാടില്ല, അശുദ്ധിയായി പോകുന്നല്ലേ. ഇപ്പോഴും അത് പറഞ്ഞുകൊണ്ടിരിക്കുന്നതല്ലേ മലയാളം. എങ്ങനെയാണ് അത് മാറ്റിയത്? നിയമം കൊണ്ടാണ്. ഈ അന്നത്തെ തന്ത്രിമാരും ബന്ധപ്പെട്ടവരും ഗവൺമെന്റും അല്ലെങ്കിൽ ആലോചിച്ച് മാറ്റാൻ തീരുമാനമെടുത്തു. ആ തീരുമാനം നടപ്പിലായി. അതിന്റെ ഫലമായിട്ടാണ് ഇന്ന് ഗുരുവായൂർ മാത്രമല്ല, വൈക്കം സത്യാഗ്രഹവും വൈക്കം ക്ഷേത്രവും എല്ലാം കേരളത്തിലും എല്ലാ ക്ഷേത്രങ്ങളിലും എല്ലാ ഭക്തന്മാർക്കും പ്രവേശിക്കാൻ അവസരമുണ്ടായിരുന്നില്ല. ഒരു ജാതിയും മതം തടസ്സമല്ലായിരുന്നു. യേശുദാസിന്റെ കാര്യം പറയുമ്പോൾ അദ്ദേഹം ക്രിസ്ത്യൻ കുടുംബത്തിൽ ജനിച്ചുപോയി എന്നതാണ് ഒരു പ്രധാനപ്പെട്ട കേസ്. നേരത്തെ അദ്ദേഹം പറഞ്ഞതുപോലെ ഞാൻ അതിന് എതിർക്കപ്പെടാനൊന്നും പോകുന്നില്ല. ഞാൻ യേശുദാസിനെ കുറിച്ചിട്ട് നമുക്കെല്ലാവർക്കും അറിയില്ലേ. അദ്ദേഹം പറഞ്ഞതല്ലേ ആ കാര്യങ്ങളെ കുറിച്ചൊക്കെ ഞാനൊന്നും വിശദീകരിക്കുന്നില്ല. യേശുദാസ് എന്നൊരു മകൾ വ്യക്തിയെ നമ്മുടെ ഈ ക്ഷേത്രത്തിൽ കൊണ്ടുവന്ന് ഒരു പരിപാടി നടത്തി അദ്ദേഹത്തെ ആദരിച്ചാണ്ടല്ലോ. അത് ലോകത്തിന് മുമ്പിൽ നമ്മുടെ ക്ഷേത്രത്തിനും അതുപോലെ ഹിന്ദു സമൂഹത്തിനും വലിയ മതിപ്പുണ്ടാക്കുന്ന കാര്യങ്ങളാണ്. അഹിന്ദുക്കൾ ഇത് കയറാൻ വേണ്ടി പാടില്ല എന്ന നിയമം ഗവൺമെന്റ് ആലോചിക്കേണ്ടതാണ്. ഗവൺമെന്റ് കൊണ്ടുവന്ന നിയമമാണെങ്കിൽ ആ നിയമം അങ്ങനെ തിരുത്തേണ്ടത് പിന്നെ ഗവൺമെന്റ് ആലോചിച്ച് തിരുത്താനുള്ള നടപടി സ്വീകരിക്കണം. പക്ഷെ നിയമത്തിന് വേണ്ടി നമ്മൾ പോകണം. ഇപ്പൊ ശബരിമല ക്ഷേത്രം പറഞ്ഞാൽ അത് ഇത് ഈ ഗുരുവായൂർ പോലെയല്ല എന്ന് പറയുന്നു. നിങ്ങൾ അടുത്തൊക്കെ നമ്മുടെ തൊട്ടടുത്ത കർണാടകത്തിലാണല്ലോ ശ്രീ മൂകാംബിക. ആ മൂകാംബിക ദേവീ ക്ഷേത്രത്തിൽ എല്ലാ കൊല്ലവും അദ്ദേഹം വന്ന് പ്രാർത്ഥിക്കുകയും അദ്ദേഹത്തിന്റെ ജന്മദിനം ആഘോഷിക്കുകയാണ്. മൂകാംബിക ക്ഷേത്രം മോശപ്പെട്ട ക്ഷേത്രമാണ്. അത് ഗുരുവായൂർ പോലെ തന്നെ ലോകത്ത് അറിയപ്പെടുന്ന ഒരു ക്ഷേത്രമാണ് മൂകാംബിക.
അവിടുത്തേക്ക് യേശുദാസ് വരുന്ന അദ്ദേഹത്തെ സ്വീകരിക്കുന്നു. അദ്ദേഹത്തിന്റെ അടുത്ത തന്ത്രിമാരെ വീട്ടിലാണ് ഞാൻ താഴെ താമസിക്കുന്നത് കേട്ടോ. അയാൾ ലോഡ്ജിലൊന്നുമല്ല, അവിടെ തന്ത്രിയുടെ മനയിലാണ് അദ്ദേഹം താമസിക്കാറ്. അവർ കൊണ്ടുപോയി താമസിപ്പിക്കുന്നു. അപ്പൊ ഗുരുവായൂർ മാത്രം ഈ തടസ്സം നിൽക്കുന്നത് നമ്മളെ സമൂഹത്തിനാകെ ഏറ്റവും അപമാനമാണ്. ഒരു കാരണവശാലും തടസ്സപ്പെടാൻ വേണ്ടി പാടില്ല. അദ്ദേഹത്തെ ക്ഷണിച്ചു കൊണ്ടുവരണം എന്നാണ് എന്റെ അഭിപ്രായം. അതൊക്കെ ക്ഷണിച്ചുകൊണ്ട് ക്ഷേത്രത്തിന്റെ ഭാഗത്ത് നിന്ന് അല്ലെങ്കിൽ തന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ദേവസ്വം ബോർഡിന്റെ ഭാഗത്ത് നിന്ന് അത്തരം നിലപാടുണ്ടാകുമോ എന്നുള്ളത് നമ്മൾ അങ്ങനെ പ്രതീക്ഷിക്കണം എന്നുള്ളതാണ് പ്രശ്നം. അവിടെ സർക്കാരിന്റെ റോൾ എന്താണെന്ന് ചോദിക്കുകയാണ്. സർക്കാരിനോടാണ് ആവശ്യപ്പെടുന്നത് ശിവഗിരി മഠം ഇത്തരം കാര്യങ്ങളിൽ മാറ്റം വേണം, സർക്കാരിനും റോൾ ഉണ്ടല്ലോ, സർക്കാരിന് ഇടപെടാമല്ലോ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ശബരിമല അടക്കമുള്ള വിഷയങ്ങളിൽ നവോത്ഥാന സമിതിയൊക്കെ രൂപീകരിച്ച ഒരു സർക്കാരാണ്. CPM ഒക്കെ അതിന് മുന്നിൽ നിന്നവരാണ്. പിന്നെ ഇത്തരം വിഷയങ്ങളൊന്നും അവരെ കണ്ടില്ല. ഇത്തരം കാര്യങ്ങളിൽ ഇടപെടാനുള്ള ധൈര്യമുണ്ടോ എന്ന ചോദ്യം കൂടിയുണ്ട്. ധൈര്യക്കേടൊന്നുമില്ലട്ടോ. ഒരു ഗവൺമെന്റ് ആ ധൈര്യക്കേട് വരേണ്ട ആവശ്യമില്ല. ഇതൊരു നിയമപരമായ പ്രശ്നങ്ങളാണ്. അങ്ങനെ അദ്ദേഹത്തിന് കയറുന്നതിന് നിയമപരമായി തടസ്സം ഉണ്ടെങ്കിൽ ആ നിയമം മാറ്റുന്നത് ഗവൺമെന്റാണ്. അത് ഗവൺമെന്റ് ആലോചിക്കേണ്ടതാണ്. അതിന് ഒരു പ്രശ്നമില്ല. അതല്ല ഇവിടെ പ്രശ്നം. ഗവൺമെന്റ് ചെയ്യേണ്ട കാര്യം ഗവൺമെന്റ് ചെയ്യണം. ഞാൻ പറഞ്ഞത് ഈ യേശുദാസിനെ പോലൊരു മകൾ വ്യക്തിയെ ഇങ്ങനെ അകറ്റി നിർത്തുന്നത് നമ്മുടെ സമൂഹത്തിന് ആ ക്ഷേത്രത്തിന് ഗുണം ചെയ്യുമോ എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. ഗുണം ചെയ്യില്ല. അതില്ല. എന്താണ് ഭഗവാൻ കൃഷ്ണൻ പറഞ്ഞറിയോ? ഭക്തന്മാർ തരികിലേ മുക്തിക്കു രസമുള്ളൂ. ഭക്തന്മാർ തന്നതെല്ലാം മുക്തിക്കു രസം തന്നെ. അപ്പൊ ഇന്നല്ല 5000 വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞതാണ്. ഏത് മതത്തെക്കുറിച്ചല്ല അദ്ദേഹം പറഞ്ഞു, ഏത് ജാതിയെ കുറിച്ചല്ല പറഞ്ഞു. ഭക്തന്മാർക്കെല്ലാം അദ്ദേഹം അനുഗ്രഹിക്കും എന്നാണ് പറഞ്ഞത്. ഭക്തന്മാർക്ക് വേണ്ടി നിലനിൽക്കുന്ന ഒരു മഹാന വ്യക്തിയായിരുന്നു ശ്രീകൃഷ്ണൻ. ആ ദ്വാപരയുഗത്തിൽ ജനിച്ച് അദ്ദേഹം 5000 വർഷങ്ങൾക്ക് മുമ്പേ നമ്മുടെ സമൂഹത്തിന് വേണ്ടി ചെയ്ത്, ഞാനത് നീട്ടി പറയുന്നില്ല, ഓരോ കാര്യങ്ങളും എല്ലാ ജീവജാലങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ഏതെങ്കിലും ഹിന്ദുവിനോ ഏത് ക്രിസ്ത്യാനിക്കോ മുസ്ലിമോ എന്ന് പറഞ്ഞില്ല. അദ്ദേഹം പറഞ്ഞില്ല ഹിന്ദു മാത്രമില്ല, ഏത് ക്ഷേത്രത്തിൽ പറഞ്ഞ് ഹിന്ദുക്കൾക്ക് കയറാൻ വേണ്ടി പാടുള്ളൂ. കോടതി നിയമം അല്ലെങ്കിൽ ഗവർണർ ഒപ്പിട്ട നിയമമൊക്കെ പറഞ്ഞു. ഏത് ക്ഷേത്രത്തിന്റെ നിയമത്തിലായില്ല ഈ ഹിന്ദുക്കൾക്ക് കയറാൻ വേണ്ടി പാടുള്ളൂ. ഒരു തന്ത്രിമാൻ നിശ്ചയിക്കുന്നത്, തന്ത്രിമാൻ നിശ്ചയിച്ച കാര്യമെല്ലാം ഇപ്പൊ നടക്കുന്നുണ്ടോ? ശരി. ഒരു 50 കൊല്ലങ്ങൾക്ക് മുമ്പ് അല്ലെങ്കിൽ 100 കൊല്ലങ്ങൾക്ക് മുമ്പേ നമ്മുടെ നാട്ടിലുണ്ടായ ക്ഷേത്ര നടപടിക്രമങ്ങളും തന്ത്രിമാരും അതുപോലെ ബന്ധപ്പെട്ട നടത്തിപ്പുകാരും തീരുമാനിച്ച് പല തീരുമാനം ഉണ്ടായിരുന്നു. ആ തീരുമാനം ഇന്ന് നടപ്പാക്കുന്നുണ്ടോ? എല്ലാം ഉണ്ടോ? ഒന്നുമില്ല. കാലത്തോട്ട് പലയാളും മാറ്റം വരുത്തി. ഞാൻ ഒറ്റ കാര്യം ചോദിക്കാം. ഈ 31 ക്ഷേത്ര പ്രവേശനത്തോടു കൂടി 36 ക്ഷേത്ര പ്രവേശനത്തോടു കൂടി എല്ലാ ക്ഷേത്രങ്ങളിലും എല്ലാവർക്കും കയറാമെന്ന് പറഞ്ഞപ്പോ ഏതെങ്കിലും ഒരു ക്ഷേത്രത്തിൽ അതിന്റെ പേരിൽ മോശപ്പെട്ടിട്ടുണ്ട് ആർക്കും പറയാൻ വേണ്ടി കഴിയോ? ഒരു 50 കൊല്ലങ്ങൾക്ക് മുമ്പ് ഗുരുവായൂർ ക്ഷേത്രം എടുത്തു നിങ്ങൾ. അന്നൊക്കെ പഴയ ആൾ ഇറങ്ങിയാൽ അവരിങ്ങനെ പോയത് വരും. കുറ്റിപ്പുറം തൃശ്ശൂരും വണ്ടി ഇറങ്ങി നടന്നിട്ട് പോയിട്ട് ഗുരുവായൂർ പോയതാണ്. ഇന്നത്തെ ആ ഗുരുവായൂർ എന്താ? എല്ലാ ജാതിക്കാരും ആ ഗുരുവായൂർ അമ്പലത്തിൽ കയറിയതിന്റെ ഫലമായി ആ ഗുരുവായൂർ ഒരു കോട്ടവും വന്നിട്ടില്ല, നേട്ടമേ ഉണ്ടായിട്ടുള്ളൂ. ആയിരക്കണക്കിന് ആൾക്ക് വരാനും ഇന്ത്യയിലും ലോകത്തും അറിയപ്പെടുന്ന ഒരു പട്ടണമായി മാറാൻ, ഒരു ടൂറിസ്റ്റ് കേന്ദ്രമായി മാറാൻ, അല്ലെങ്കിൽ ഒരു പ്രധാനപ്പെട്ട ക്ഷേത്രമായി മാറാൻ കഴിഞ്ഞു എന്ന വസ്തുത. അപ്പൊ യേശുദാസ് വന്നതുകൊണ്ട് ഒരു കുഴപ്പവും വരാൻ വേണ്ടി പോകുന്നില്ല. ശരി, തിരിച്ചു ചർച്ച തുടരുന്നു. സ്വാമി സച്ചിദാനന്ദ, നേരത്തെ ഇത്തരം വിഷയങ്ങൾ, ഇപ്പോൾ ഷർട്ട് ധരിച്ചുള്ള ക്ഷേത്രപ്രവേശനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ പ്രവേശനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും അവിടെ മാറ്റങ്ങൾ വരണമെന്ന കാര്യങ്ങളൊക്കെ താങ്കൾ മുന്നോട്ട് വെച്ചപ്പോൾ ഞാൻ മനസ്സിലാക്കുന്ന അതേ വേദിയിൽ തന്നെ താങ്കളെ പിന്തുണച്ച ഒരാൾ കൂടിയാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ. പക്ഷെ അതിനുശേഷം ഇതുമായി ബന്ധപ്പെട്ട നീക്കങ്ങളൊന്നും സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് കണ്ടില്ല. ഇതിനു മുൻപ് തന്നെ നവോത്ഥാന സമിതിയൊക്കെ രൂപീകരിച്ച് കാലാനുസൃതമായ പരിഷ്കാരങ്ങൾ വേണമെന്നാവശ്യപ്പെട്ട ഒരു സർക്കാരും പാർട്ടിയും ഒക്കെയാണ്. ഈ സർക്കാരിനോടും പാർട്ടിയോടുമാണ് സർക്കാരിനോടാണ് ആവശ്യപ്പെടുന്നത് ഇത്തരത്തിലുള്ള മാറ്റങ്ങൾക്ക് ശിവഗിരി മഠത്തിന്റെ ആവശ്യങ്ങൾക്കൊപ്പം നിൽക്കണം എന്ന കാര്യത്തിൽ അവർ പിന്തുണയ്ക്കുമെന്ന് വിശ്വസിക്കുന്നുണ്ടോ? ആത്മാർത്ഥതയോടെ അവരുടെ ഭാഗത്ത് നിന്ന് നടപടി ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്നുണ്ടോ? അവരെ പിന്തുണയ്ക്കുമെന്നുള്ള ദൃഢമായ വിശ്വാസമാണ് നമുക്കുള്ളത്. ബഹുമാനപ്പെട്ട ദേവസ്വം വകുപ്പ് മന്ത്രി ശ്രീ വാസവൻ അവറുകൾ ചെയ്തൊരു പ്രസ്താവനയിൽ ദേവസ്വം ബോർഡ് ഈ കാര്യത്തെക്കുറിച്ച് തീർച്ചയാക്കണം, ഗവൺമെൻറ്റിനതിൽ വിപരീതമായ അഭിപ്രായമില്ല, ഒരു ആലോചിച്ച സമവായത്തിൽ കൂടി ഈ കാര്യത്തിൽ പരിഹാരം കണ്ടെത്തും എന്ന് ബഹുമാനപ്പെട്ട മന്ത്രി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ ഈ നടക്കുന്ന ചർച്ചയിൽ നമ്മുടെ രാഹുൽ ഈശ്വറും അഡ്വക്കേറ്റ് അനിലും പറഞ്ഞ കാര്യങ്ങളെ സംബന്ധിച്ച് എനിക്ക് അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല. അവർ പറഞ്ഞതിനെ ഞാൻ പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളുന്നു, സ്വാഗതം ചെയ്യുന്നു. പക്ഷെ അതോടൊപ്പം തന്നെ നാം എന്നും ഇങ്ങനെ ഒരു സ്ഥിതിയിൽ അങ്ങ് പുലർന്നു പോയാൽ മതിയോ?
വിശ്വഹിന്ദു പരിഷത്തിൻ്റെ ക്ഷേത്രങ്ങളിൽ ഷർട്ടിട്ട് പ്രവേശിക്കാം. എല്ലാ ജനവിഭാഗങ്ങൾക്കും ഒരുപോലെ അവിടെ പ്രവേശന സ്വാതന്ത്ര്യമുണ്ട്. ഇതൊക്കെ എനിക്ക് നേരിട്ട് മനസ്സിലാക്കുവാൻ സാധിച്ചിട്ടുള്ള കാര്യമാണ്. അതുപോലൊരു തീരുമാനം ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളിൽ തീർച്ചയായിട്ടും ഉണ്ടാകേണ്ടതല്ലേ? കാരണം നമ്മളുടെ യേശുദാസിനെ സംബന്ധിച്ച് പറഞ്ഞാൽ അദ്ദേഹത്തിന് പ്രായമേറെ ആയിരിക്കുന്നു. അദ്ദേഹം ജീവിച്ചിരിക്കുന്ന കാലയളവിൽ അദ്ദേഹത്തിന് ക്ഷേത്ര ദർശനം അനുവദിക്കാനുള്ള ഒരു തീരുമാനം ദേവസ്വം ബോർഡും തന്ത്രിമാരും സ്വീകരിച്ച് നമ്മളുടെ കുഞ്ഞിരാമൻ മുൻ എം എൽ എ അവറുകൾ സൂചിപ്പിച്ചതുപോലെ അദ്ദേഹത്തെ ക്ഷേത്രത്തിലേക്ക് ക്ഷണിച്ചുകൊണ്ട് വരണം. അത് ഹിന്ദു സമുദായത്തിന് അഭിമാനമുണ്ടാക്കുകയുള്ളൂ. ഒരു കുറവും നമുക്ക് ആ കാര്യത്തിൽ കാണേണ്ട കാര്യമില്ല. അങ്ങനെയുള്ള പരിഷ്കൃതമായ തീരുമാനങ്ങൾ എടുക്കുമ്പോഴാണ് ഹിന്ദു മതത്തിലേക്കും കൂടുതൽ ആളുകളുടെ ശ്രദ്ധയും താല്പര്യവും ഒക്കെ സംഭവിക്കുന്നത് എന്നും കൂടി നമ്മൾ മനസ്സിലാക്കണം. ഈ ഗുരുവായൂർ തുടങ്ങിയ ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളിലൊക്കെ 100 കണക്കിന് അഹിന്ദുക്കൾ പ്രവേശിക്കുന്നുണ്ട്. ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളുമായിട്ടുള്ള 100 കണക്കിന് ആളുകൾ പ്രവേശിക്കുന്നുണ്ട്. അവർ വന്ന് പലപ്പോഴും ഞങ്ങളുമായിട്ട് ചെയ്യുന്ന ചർച്ചകളിൽ ഞാൻ ക്രിസ്ത്യാനിയാണ്, ഞാൻ മുസ്ലിമാണ്, ഞാൻ അവിടെ പോയി, ഞാൻ അവിടെ ദർശനം ചെയ്തു, തൊഴുതു, നമസ്കരിച്ചു. ആർക്കും എന്തെങ്കിലും ഒരു സത്യവാങ്മൂലം എഴുതി കൊടുത്തല്ല. അവരവിടെ ദർശനം ചെയ്തതുകൊണ്ട് ആ ക്ഷേത്രത്തിൻ്റെ അധ്യാത്മ ചൈതന്യത്തിന് ഒരു കുറവും സംഭവിച്ചിട്ടില്ല. അഹിന്ദുക്കൾ പ്രവേശിച്ചതുകൊണ്ട് ക്ഷേത്രത്തിൻ്റെ ചൈതന്യത്തിനൊരു ന്യൂനതയും സംഭവിക്കില്ല. അതിന് വളർച്ചയേ ഉണ്ടാകൂ എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മളുടെ മഹാത്മാഗാന്ധി കേരളം സന്ദർശിച്ച വേളയിൽ വൈക്കത്ത് വെച്ച് ഇണ്ടംതുരുത്തി നമ്പൂതിരിയുമായിട്ട് ചർച്ചയ്ക്ക് തയ്യാറായപ്പോൾ ഇണ്ടംതുരുത്തി മനയിൽ അദ്ദേഹത്തിന് പ്രവേശനം അനുവദിച്ചില്ല. അവിടെ പ്രത്യേക സംവിധാനം ഉണ്ടാക്കി അതിലിരുന്ന് സംസാരിക്കാൻ മാത്രമേ മഹാനായ നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മജിക്ക് സാധിച്ചുള്ളൂ. കാലം വരുത്തിയ പരിവർത്തനം നമ്മൾ അറിയണം. ഇന്ന് ഇണ്ടംതുരുത്തി മന ചെത്തു തൊഴിലാളി ഓഫീസാണ്. നമ്മൾ മനസ്സിലാക്കണം, കാലമുണ്ടാക്കിയ മാറ്റമാണ്. അപ്പോൾ പരിവർത്തനങ്ങളെ നമ്മൾ മനസ്സിലാക്കുവാൻ സാധിക്കണം, ഉൾക്കൊള്ളുവാൻ സാധിക്കണം. ഗുരുവായൂരിൽ തന്നെ മുൻപ് ബ്രാഹ്മണർക്കാണ് ഒന്നിച്ചിരുന്ന് ആഹാരം കഴിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ടായിരുന്നു. ബ്രാഹ്മണർക്ക് മാത്രം, മറ്റ് സമുദായങ്ങൾക്ക് അവിടെ പ്രവേശനമില്ല. ഇത് ശ്രീനാരായണ ഗുരുവിൻ്റെ അവസാനത്തെ ശിഷ്യനായ സ്വാമി ആനന്ദ തീർത്ഥൻ അദ്ദേഹം മനസ്സിലാക്കിയിട്ട് ബ്രാഹ്മണർ ഇരിക്കുന്ന പന്തിയിൽ കയറി അദ്ദേഹം ഇരുന്നു. ഉടുപ്പിട്ടാണ് അദ്ദേഹം ഇരുന്നത്. ഉടുപ്പഴിക്കണമെന്ന് അദ്ദേഹത്തിനോട് ആവശ്യപ്പെട്ടു. അദ്ദേഹം ഉടുപ്പഴിച്ചില്ല. ഇത് ബ്രാഹ്മണർക്ക് വേണ്ടിയുള്ള സ്ഥലമാണെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ ജന്മം കൊണ്ട് ബ്രാഹ്മണനാണ്, സാരസ്വത ബ്രാഹ്മണൻ. കർമ്മം കൊണ്ട് ഞാൻ ശ്രീനാരായണ ഗുരുവിൻ്റെ അവസാനത്തെ ശിഷ്യനാണ്. 2 രീതിയിലും എനിക്ക് ബ്രാഹ്മണ്യമുണ്ട്. അതുകൊണ്ട് ആഹാരം കഴിക്കാനുള്ള സൗകര്യം ഉണ്ടാക്കണം. ശരി. പക്ഷെ അനുവദിച്ചില്ല. അദ്ദേഹത്തെ പുറത്തേക്ക് തള്ളി. അതൊരു പ്രക്ഷോഭമായിട്ട് മാറി. അന്ന് കേരളത്തിലെ മുഖ്യമന്ത്രിയായിരുന്ന ശ്രീ കെ കരുണാകരൻ നല്ലൊരു തീരുമാനമെടുത്തു. പുലയ സമുദായത്തിൻ്റെ നേതാക്കന്മാർ കല്ലറ സുകുമാരൻ്റെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്ത് നിന്നും ഗുരുവായൂരിലേക്ക് ജാഥ നടത്തുകയും ആ ജാഥയ്ക്ക് SNDP യോഗം അടക്കമുള്ള പ്രസ്ഥാനങ്ങൾ പിന്തുണ പ്രഖ്യാപിക്കുകയും എന്നിട്ട് ഗുരുവായൂരിൽ വന്ന് ഈ ആനന്ദ തീർത്ഥസ്വാമിയും കരുണാകരനും കല്ലറ സുകുമാരനും മറ്റുള്ള ഭക്തജനങ്ങളും ഒന്നിച്ചിരുന്ന് ആഹാരം കഴിച്ച് അവിടുത്തെ ബ്രാഹ്മണ ഊട്ട് അവസാനിപ്പിച്ചു. ഇന്ന് ഗുരുവായൂർ എല്ലാവർക്കും ഒന്നിച്ചിരുന്ന് ആഹാരം കഴിക്കാൻ സാധിക്കുന്നില്ലേ? അതുകൊണ്ട് കൃഷ്ണൻ എന്തെങ്കിലും കോപമുണ്ടായോ? അവിടുത്തെ ആത്മീയ ചൈതന്യത്തിന് കുറവുണ്ടായോ? ശ്രീ ചെങ്ങറ സുരേന്ദ്രൻ ടെലിഫോൺ ലൈനിലുണ്ട്. ഗുരുവായൂർ ദേവസ്വം ബോർഡ് മുൻ അംഗം കൂടിയാണ്, മുൻ MP ആണ്. ശ്രീ ചെങ്ങറ സുരേന്ദ്രൻ, ഈ ചർച്ചയിൽ പ്രധാനപ്പെട്ട ശ്രീ സ്വാമി സച്ചിദാനന്ദയാണ് ഈ ആശയം മുന്നോട്ട് വെച്ചത്. അദ്ദേഹം അവസാനമായി ഇപ്പോൾ പറഞ്ഞു വെച്ചത്
ദേവസ്വം ബോർഡ് തന്നെ മുൻകൈയെടുത്ത് അദ്ദേഹത്തെ ക്ഷണിച്ചു കൊണ്ടുവരണം ഗുരുവായൂരിലേക്ക്, അദ്ദേഹത്തിൻ്റെ ആവശ്യം അംഗീകരിക്കപ്പെടണം, അതിൻ്റെ ആഗ്രഹം അംഗീകരിക്കപ്പെടണം. ആവശ്യപ്പെട്ടിട്ടില്ല, ആഗ്രഹിച്ചിട്ടുണ്ട്. ആഗ്രഹിക്കുന്ന ഒരാൾ കൂടിയാണ്, ഗുരുവായൂരപ്പൻ്റെ തികഞ്ഞ ഭക്തനാണ്. അങ്ങനെ ഒരു നീക്കം താങ്കൾ മുൻ ദേവസ്വം ബോർഡ് അംഗമാണ് എങ്കിൽ കൂടി ദേവസ്വം ബോർഡിന്റെ ഭാഗത്തുനിന്നുണ്ടാകേണ്ടതല്ലേ? ഞാന് 2022 മാർച്ച് 15 മുതൽ 2024 മാർച്ച് 14 വരെ മെമ്പറായിരുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം ഗുരുവായൂരിന്റെ പശ്ചാത്തലം പരിശോധിക്കുമ്പോൾ അവിടെ ആരൊക്കെ അവിടെ പ്രവേശിക്കുന്നു എന്ന് നമുക്കറിയില്ല. അവിടെ വരുന്ന എല്ലാവർക്കും അവിടെ പെർമിഷൻ കൊടുക്കുന്നുണ്ട്. ഈ പറഞ്ഞ പോലെ വിദേശ രാജ്യങ്ങളിൽ നിന്ന് വരുന്നവർക്ക് പ്രത്യേക സർട്ടിഫിക്കറ്റുകൾ ഹാജരാക്കുമ്പോഴാണ് അവർക്ക് പ്രവേശനം കൊടുക്കുന്നത്. എന്റെ അഭിപ്രായത്തിൽ വിശ്വാസിയാണെങ്കിൽ അമ്പലത്തിൽ കയറ്റുന്നതിന് ഒരു കുഴപ്പമില്ല. വിശ്വാസികളായിട്ടുള്ള ഏതൊരാളെയും ഏത് ക്ഷേത്രത്തിലും പ്രവേശിപ്പിക്കണമെന്നാണ് എന്റെ അഭിപ്രായം. ഈ വിഷയം ശ്രീ യേശുദാസുമായി ബന്ധപ്പെട്ട വിഷയം ബോർഡ് യോഗത്തിൽ ഞാൻ ചോദിച്ചിട്ടുണ്ട്. ഞാൻ ബഹുമാനപ്പെട്ട തന്ത്രിയോട് ഈ വിഷയം ചോദിച്ചു. യേശുദാസിനെ ക്ഷേത്രത്തിൽ പ്രവേശിക്കുന്നതുമായി ബന്ധപ്പെട്ട് ചില അഭിപ്രായങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ടല്ലോ, അതിൽ എത്രമാത്രം സത്യമുണ്ട് എന്ന് ഞാൻ ഒരു ബോർഡ് യോഗത്തിൽ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ബ്രഹ്മശ്രീ ജയനാഥ് ദിനേശൻ നമ്പൂതിരിപ്പാട് അവറുകളാണ്. അദ്ദേഹം പറഞ്ഞത്, ഞങ്ങളുടെ ബോർഡ് യോഗത്തിൽ അദ്ദേഹം മെമ്പറാണ്, അദ്ദേഹം പറഞ്ഞത് യേശുദാസിനെ പ്രവേശിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു ആവശ്യവും ഇന്ന് വരെ അദ്ദേഹത്തിന്റെ മുമ്പിൽ വന്നിട്ടില്ല. അങ്ങനെ ഒരു ആവശ്യം വന്നാൽ തീർച്ചയായും നമുക്ക് ആ സമയത്ത് അത് പരിശോധിക്കാം എന്നാണ് അദ്ദേഹം ബോർഡ് യോഗത്തിൽ പറഞ്ഞത്. അതുപോലെ തന്നെ ഞാൻ ചോദിച്ച മറ്റൊരു കാര്യം, അവിടെ ഒരു ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട് അഹിന്ദുക്കൾക്ക് പ്രവേശനമില്ല. ഞാൻ പറഞ്ഞത് ആ ബോർഡ് യോഗത്തിൽ അതെല്ലാം മിനിറ്റ് ചെയ്തിട്ടുള്ള കാര്യമാണ്. ഞാൻ പറഞ്ഞത് അഹിന്ദുക്കൾക്ക് പ്രവേശനമില്ല എന്നുള്ളത് ഒഴിവാക്കി അവിശ്വാസികൾക്ക് പ്രവേശനമില്ല എന്നാക്കണം എന്നാണ് ഞാൻ പറഞ്ഞത്. എന്റെ അഭിപ്രായത്തിൽ യേശുദാസിനെ പ്രവേശിപ്പിക്കുന്നുണ്ട് ഒരു തെറ്റുമില്ല. കാരണം അദ്ദേഹം ഹിന്ദു ആണോ ക്രിസ്ത്യാനിയാണോ മുസ്ലിമാണോ ഏത് മതത്തിൽപ്പെട്ടതാണെന്ന് നമുക്ക് എങ്ങനെ തിരിച്ചറിയാം? അദ്ദേഹം ഒരുപക്ഷെ ഇന്ത്യയിലെ എല്ലാ ഭാഷകളിലും പുറത്തിറങ്ങിയിട്ടുള്ള പാട്ടുകൾ പാടിയിട്ടുള്ള മഹാനായ ഒരു ഗായകനാണ്. അദ്ദേഹത്തെ ഏതെങ്കിലും ഒരു പ്രത്യേക മതത്തിന്റെ ലേബലിൽ നമ്മൾ നിർത്താൻ പാടില്ലെന്നാണ് എന്റെ അഭിപ്രായം. അങ്ങനെ അദ്ദേഹം ഒരു മതത്തിൽ ജനിച്ചു എന്ന് നമ്മൾ കാണുന്നത് കൊണ്ട്, നമ്മുടെ കണ്ണുകൊണ്ട് കാണുകയും കേൾക്കുകയും ചെയ്തുകൊണ്ടാണ് അദ്ദേഹത്തിന് വിലക്ക് ഏർപ്പെടുത്തിയത്. ഒരു കാരണവശാലും അങ്ങനെ ഒരു വിലക്കിന്റെ ആവശ്യമില്ല എന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം. യേശുദാസിനെ ഗുരുവായൂർ അമ്പലത്തിൽ പ്രവേശിപ്പിക്കണം എന്ന് തന്നെയാണ് ഞാൻ ആവശ്യപ്പെട്ടിട്ടുള്ളതും. ഇപ്പോഴും ആ നിലപാടിൽ തന്നെ ഞാൻ ഉറച്ചു നിൽക്കുന്നു. നന്ദി ശ്രീ ചെങ്ങർ സുരേന്ദ്രൻ. ശ്രീ രാഹുൽ ഈശ്വർ, ഇവിടെ ആരോഗ്യപരമായ സംവാദം വേണം ഇത്തരം വിഷയങ്ങളിൽ, ക്ഷണിച്ചുകൊണ്ട് വരണം എന്നൊക്കെയാണ് ആവശ്യമുയർന്നിരിക്കുന്നത് നമ്മുടെ ഈ ചർച്ചയിൽ. അതിന് ഇത്തരം കാര്യങ്ങൾക്ക് ആര് മുൻകൈ എടുക്കണം? നിരവധി ഹിന്ദു മഹാസമ്മേളനങ്ങൾ നടക്കുന്നുണ്ട്. ഇത്തരം കാലോചിത പരിഷ്കാരങ്ങൾ ചർച്ചയാകുന്നുണ്ടോ? ശ്രീ അൽവിളിൽ പറഞ്ഞ പോലെ ചർച്ചകൾ സംഭവിക്കുന്നുണ്ട്, പക്ഷെ അതിനുശേഷമുള്ള തുടർ നടപടികൾ ഉണ്ടാകുന്നുണ്ടോ എന്നുള്ളതൊക്കെയാണ്. രാഹുൽ, അവിടെ ശ്രീ രഞ്ജിത്ത്, രണ്ട് കാര്യങ്ങളുണ്ട്. ഈ ഓരോ അമ്പലത്തിലും നേരത്തെ അഡ്വക്കേറ്റ് സാറ് പറഞ്ഞതുപോലെ അമ്പലങ്ങളെല്ലാം യുണീക്കാണ്. അമ്പലങ്ങൾക്ക് അതിൻ്റെതായ ഒരു അസ്തിത്വമുണ്ട്. ഇപ്പൊ ശബരിമലയില് അയ്യപ്പ സ്വാമിയുടെ ആത്മാർത്ഥ മിത്രങ്ങളായ മുസ്ലിമായ വാവരുണ്ട്, അല്ലെങ്കിൽ പോകുന്ന വഴിക്ക് ക്രിസ്ത്യാനിയായ വെളുത്തയുണ്ട്, വാവൻ സ്വാമിയുടെ ഒരു നടയുണ്ട്. അപ്പൊ ഓരോ അമ്പലത്തിന്റെയും ആശയ പരിസരങ്ങളും ചരിത്രങ്ങളും യുണീക്കാണ്. അതുകൊണ്ടാണ് ആ അമ്പലത്തിന്റെ കോണ്ടെക്സ്റ്റിലാണ് നമ്മൾ കാണേണ്ടത്. രണ്ട്, ഇതിന് ആര് ഇനീഷ്യേറ്റീവ് എടുക്കണം? എനിക്ക് വളരെ താഴ്മയായ സച്ചിദാനന്ദ സ്വാമിയോട് അഭ്യർത്ഥിക്കാനുള്ളത്, അങ്ങേ പോലൊരു ശ്രീനാരായണ ഗുരുദേവന്റെ ആ പാരമ്പര്യത്തിൽ അങ്ങ് തന്നെ എടുത്തു നൽകണമെന്നാണ് എന്റെ അഭിപ്രായം. അതായത് ചേന്നാസ് ദിനേശൻ ചേട്ടനാണ്, അല്ലെങ്കിൽ ബ്രഹ്മശ്രീ ചേന്നാസ് ദിനേശൻ നമ്പൂതിരിപ്പാടിനോ ദേവസ്വം ബോർഡിനോ നമ്മുടെ ദേവസ്വം വകുപ്പിനോ അങ്ങ് തന്നെ നേതൃത്വത്തിൽ ഒരു എഴുത്ത് നൽകുകയും ഇതിനെക്കുറിച്ച് നിങ്ങൾ ചർച്ച ചെയ്തൊരു നിലപാടെടുക്കണമെന്ന് അങ്ങക്ക് ഞങ്ങളോടൊക്കെ ആജ്ഞാസ്വരത്തിൽ ആജ്ഞാപിക്കാൻ കഴിയുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ അങ്ങ് തന്നെ ഒരു എഴുത്ത് നൽകുകയും, ഈ സമവായം ഇല്ലെങ്കിൽ പലപ്പോഴും പ്രായോഗികമായി നമുക്ക് കാര്യങ്ങൾ നടത്തിയെടുക്കാൻ കഴിയില്ല എന്നൊരു പ്രശ്നമുണ്ട്. അപ്പൊ ഹിന്ദു സമൂഹത്തിൽ അങ്ങേക്ക് അറിയുന്നത് പോലെ ഒരുപാട് സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഉണ്ട്. ഒരു വരി കൂടി അദ്ദേഹത്തോട് ഞാൻ ഈ വിഷയങ്ങളിൽ ഇടപെടുന്ന ആളാണെന്ന രീതി സമർപ്പിക്കുക. ഞങ്ങളുടെ എല്ലാ മനസ്സിലുള്ള മറ്റൊരു പേടി, പലപ്പോഴും ഗവൺമെന്റ് അടക്കം അല്ലെങ്കിൽ മതേതര ഗവൺമെന്റ് അടക്കം സൂചി കുത്താൻ സ്ഥലം കൊടുത്താൽ അവർ തൂമ്പ കയറ്റുമെന്ന് പേടിക്കുന്നവരാണ്. അതായത് പലപ്പോഴും ഹിന്ദു ക്ഷേത്രങ്ങളുടെ അധികാര അവകാശങ്ങൾ കവരാനും മറ്റ് പല കാര്യങ്ങൾക്കും വേണ്ടി ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്നടക്കം ശബരിമല വിധിപ്രവേശന പ്രക്ഷോഭത്തിലടക്കം 4 or 5 തവണ ജയിലിൽ പോയൊരു വ്യക്തിയാണ് ഞാൻ. അപ്പോൾ സെൻസിറ്റീവായ കാര്യങ്ങൾ, എല്ലാ കാര്യങ്ങളും ഇത്തരം ഗ്യാപ്പുകൾ ഉപയോഗിച്ച് ഈ സൂചി കുത്താൻ പോകുമ്പോൾ അവർ തൂമ്പ കയറ്റുമെന്ന പേടി പലപ്പോഴും മതേതര സർക്കാരുകളെ കുറിച്ചുണ്ട്. അങ്ങനെ ഒരു
പേടി നമ്മുടെ എല്ലാം മനസ്സിലുണ്ട് എന്നും കൂടി കാണണം. അപ്പൊ ഓരോ അമ്പലത്തിനും ഓരോ രീതിയാണ്. പക്ഷെ യേശുദാസിന്റെ കാര്യത്തിൽ ഒരു സമവായം സാധ്യമാണ്. എനിക്ക് തോന്നുന്നു എല്ലാ ഹിന്ദു പ്രസ്ഥാനങ്ങളും, സംഘപ്രസ്ഥാനങ്ങളാവട്ടെ, യോഗക്ഷേമ സഭയാവട്ടെ, NSS ആകട്ടെ, SNDP ആകട്ടെ, KPMS ആകട്ടെ, ക്ഷത്രിയ സഭയാകട്ടെ, അമ്പലവാസി മുതൽ ആദിവാസി വരെ, നമ്പൂതിരി മുതൽ നായാടി വരെ എല്ലാവർക്കും യേശുദാസിന്റെ കാര്യത്തിൽ യോജിപ്പായിരിക്കും. അപ്പൊ ഈ വിഷയത്തിൽ ഒരു പോസിറ്റീവായ മുമ്പോട്ട് പോക്കിന് സച്ചിദാനന്ദ സ്വാമികൾ തന്നെ ഒരു എഴുത്ത് തന്ത്രിക്കും അതേപോലെ ദേവസ്വം ബോർഡിനും നമ്മുടെ മുഖ്യമന്ത്രിക്കും ദേവസ്വം മന്ത്രിക്കും ഒക്കെ അയക്കുകയും അതിലൊരു ചർച്ച ഇനീഷ്യേറ്റ് ചെയ്യുകയും ചെയ്താൽ വലിയ രീതിയിലുള്ള സപ്പോർട്ടോ പിന്തുണയായിരിക്കും അതിന് ലഭിക്കുക. പക്ഷെ അങ്ങനെ ഒരു പ്രോസസ്സിലൂടെ കടന്നു പോകണം. ആരെയും അകറ്റി നിർത്താനല്ല, എല്ലാരെയും ഒരുമിച്ച് ചേർത്തുകൊണ്ട് ഒരു പുതിയ പാത വെട്ടി തുറക്കാൻ നമുക്ക് കഴിയുമെങ്കിൽ അതാണ് പ്രായോഗികമായ വഴി. ഈ അമ്പലങ്ങളുടെ യുണീക്നെസ്, തന്ത്രിമാരുടെ അവകാശങ്ങൾ ഇതൊന്നും ലംഘിക്കാതെ തന്നെ ഇതൊക്കെ നടത്തിയെടുക്കാനുള്ള ഒരു സ്പേസ് നമ്മുടെ ഇടയിലുണ്ട്. അപ്പൊ അവിടെയാണ് ശ്രീ ചെങ്ങാർ സുരേന്ദ്രൻ പറഞ്ഞത്, തന്ത്രി തന്നെ പറഞ്ഞു അത്തരമൊരു ആവശ്യം വരട്ടെ, ആവശ്യം വരുമ്പോൾ വേണമെങ്കിൽ പരിഗണിക്കാം. അവിടെയാണ് ഞാൻ ആ പരിഗണിക്കാത്ത വാക്കുപോലും ഉപയോഗിക്കുന്നില്ല. കാര്യം സച്ചിദാനന്ദ സ്വാമികൾ ഉള്ളതുകൊണ്ട്. കാര്യം അദ്ദേഹം നമ്മുടെ എല്ലാ ആചാര്യതുല്യനാണ്. അപ്പൊ സച്ചിദാനന്ദ സ്വാമികൾക്ക് അങ്ങനെ തന്നെ ഒരു എഴുത്ത്, അങ്ങനെ ഒരു കൺസിഡറേഷന് വേണ്ടി വെക്കണം. അത് ദേവസ്വം ബോർഡിന്, ദേവസ്വം മന്ത്രിക്ക്, തന്ത്രിക്ക്, പൊതുസമൂഹത്തിനെ കൂടെ അഡ്രസ് ചെയ്ത് നമ്മുടെ ഒരു നവോത്ഥാന പാരമ്പര്യത്തിന്റെ ഭാഗമായി യേശുദാസിനെ പോലെ എല്ലാവരും അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു ഭക്തനെ എല്ലാവരുടെയും സമവായത്തിൽ നമുക്ക് മുമ്പോട്ട് പ്രവേശിപ്പിക്കാം എന്നൊരു നിലപാട് മുമ്പോട്ട് വെക്കുകയും ആ വിഷയത്തിലേക്ക് ചർച്ച വരികയും ചെയ്താൽ എനിക്ക് ഉറപ്പുണ്ട്. കുമ്മനം ചേട്ടനൊക്കെ അന്ന് ഈ പ്രോഗ്രാം, കുമ്മനം ചേട്ടനായിരുന്നു അന്ന് ഞങ്ങളുടെ ഹിന്ദു പാർലമെന്റ്, ശ്രീ കുമ്മനരാജശേഖരനായിരുന്നു അന്ന് ഹിന്ദു പാർലമെന്റ് പരിപാടി ഇനോഗ്രേറ്റ്. അദ്ദേഹം അടക്കം അതിനെ പോസിറ്റീവായ സമീപനത്തിലാണ് കണ്ടത്. യേശുദാസ് ആയതുകൊണ്ടാണ്, വേറൊരാളാണെങ്കിൽ മറ്റൊരു തലത്തിലേക്ക് ചർച്ച പോകുമായിരുന്നു. അപ്പൊ യേശുദാസിന്റെ കാര്യത്തിൽ ഒരു സമവായം സാധ്യമാണ്. അതിന് സച്ചിദാനന്ദ സ്വാമി അടക്കമുള്ളവർ നേതൃത്വം കൊടുക്കണം. ചേന്നാസ് ദിനേശൻ നമ്പൂതിരിപ്പാട് അടക്കം, യോഗക്ഷേമ സഭയടക്കം, NSS അടക്കം അതിനൊരു പോസിറ്റീവായ സമീപനം ഉൾക്കൊള്ളുമെന്ന് തന്നെ വിശ്വാസം. ആരെയും വേദനിപ്പിക്കേണ്ട, ആരെയും എതിർക്കേണ്ട, എല്ലാരെയും ഒരുമിച്ച് നിർത്താൻ നമുക്ക് കഴിയുമ്പോൾ എന്തിനാ നമുക്ക് ആൾക്കാരെ അകറ്റി നിർത്തുക? എല്ലാരെയും ഒരുമിച്ച് നിർത്തി നമുക്കൊരു നിലപാടെടുത്ത് വിജയിപ്പിക്കാൻ കഴിയുമെങ്കിൽ ആരെയും മറുപക്ഷത്ത് നിർത്തേണ്ട കാര്യമില്ലല്ലോ. അതെ, തീർച്ചയായും. ശ്രീ അനിൽ വിളയിൽ, ഇവിടെ നമുക്കറിയാം ശങ്കരാചാര്യരെയും ശ്രീരാമകൃഷ്ണ പരമഹംസനെയൊക്കെ ആരാധിക്കുന്ന സമൂഹമാണ് ഹിന്ദു സമൂഹം. അവിടെ ശങ്കരാചാര്യരും ശ്രീരാമകൃഷ്ണ പരമഹംസനും ഒക്കെ നടത്തിയതുപോലെയുള്ള ആചാര ലംഘനങ്ങൾ നടത്തിയവർ വേറെ ഉണ്ടോ എന്ന ഒരു ചോദ്യം കൂടിയുണ്ട്. ഒരുപാട് ആചാര ലംഘനങ്ങൾ നടത്തുകയും വഴികാട്ടുകയും ഒക്കെ ചെയ്ത ആളുകളാണ്. യേശുദാസിനെ നമുക്കറിയാം, അദ്ദേഹത്തിൻ്റെ പ്രവൃത്തി കൊണ്ടും അദ്ദേഹത്തിൻ്റെ കഴിവ് കൊണ്ടും അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന കൊണ്ടുമൊക്കെ വിശ്വാസിയാണ് എന്ന് യാതൊരു സംശയവുമില്ലാതെ മലയാളിക്ക് മുന്നിൽ തെളിയിച്ച ഒരാൾ കൂടിയാണ്. നേരത്തെ പറഞ്ഞതുപോലെ അദ്ദേഹം നടത്തുന്ന മറ്റ് ക്ഷേത്രങ്ങളിൽ നടത്തുന്ന പ്രാർത്ഥനകൾ, പൂജകൾ, അദ്ദേഹത്തിൻ്റെ കച്ചേരികളൊക്കെ എത്രയോ മനോഹരമായാണ് മലയാളി ആസ്വദിക്കുന്നത്. അങ്ങനെയുള്ള ഒരാളെ ഇങ്ങനെ ഒരു ക്ഷേത്രത്തിൽ പ്രവേശിക്കണം എന്നുള്ള ആവശ്യം മുന്നിൽ വന്നാൽ വിശ്വ ഹിന്ദു പരിഷത്ത് പോലെയുള്ള ഒരു സംഘടന അല്ലേ അതിന് മുൻകൈ എടുക്കുകയും സർക്കാരിനോട് ആവശ്യപ്പെടുകയും മറ്റും ചെയ്യേണ്ടത്? അല്ലെങ്കിൽ ദേവസ്വം ബോർഡിനോടും തന്ത്രിമാരോടും ഈ വിഷയത്തിൽ ചർച്ച ചെയ്യുകയും മറ്റും ചെയ്യേണ്ടത്? തീർച്ചയായിട്ടും യേശുദാസിനെ ഗുരുവായൂർ പ്രവേശിപ്പിക്കരുതെന്ന് ഞങ്ങളുടെ ഒരു സംഘടനയും ഒരു കാലത്തും പറഞ്ഞിട്ടില്ല. ശ്രീ യേശുദാസ് ഒരിക്കൽ പോലും അദ്ദേഹത്തിന് ഗുരുവായൂരിൽ പോകണമെന്ന് ആവശ്യം ഉന്നയിച്ചിട്ടില്ല എന്നാണല്ലോ ബഹുമാനപ്പെട്ട മുൻ ഗുരുവായൂർ ദേവസ്വം ബോർഡിന്റെ അംഗം പറഞ്ഞത് തന്നെ. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു തന്നെ വീണ്ടും പറയുകയാണ്, ഇത് വിശ്വാസത്തിന്റെയും വൈകാരികരുടെയും നിയമത്തിന്റെയും കാര്യങ്ങളാണ്. വിശ്വാസത്തിന്റെ കാര്യങ്ങളിൽ തീരുമാനമെടുക്കാൻ ഇപ്പൊ നമ്മുടെ സ്വാമിജി ഉണ്ട്, അദ്ദേഹം വിളിച്ചാൽ കേരളത്തിലെ പ്രധാനപ്പെട്ട തന്ത്രിമാരൊന്ന് യോഗം കൂടില്ലേ? തന്ത്രി സമാജത്തിന്റെ തീരുമാനം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ വിശ്വാസത്തിന്റെ ഭാഗം ക്ലിയറായി. രണ്ടാമത്തേത് അതിന്റെ വൈകാരികമായ വശമാണ്. വിശ്വാസം എന്ന് പറയുന്ന വൈകാരികമായ പ്രശ്നമാണ്. യേശുദാസിന് ഹിന്ദു മതത്തിൽ വിശ്വാസമുണ്ടോ ഇല്ലയോ, അദ്ദേഹം ക്രിസ്ത്യാനിയാണോ, ഇപ്പോഴും അദ്ദേഹത്തിന് ഹിന്ദു മതത്തോട് താല്പര്യമുണ്ടോ, തുടങ്ങിയ കാര്യങ്ങളെ പറ്റിയൊക്കെയുള്ള തീരുമാനം എടുക്കാന് കേരളത്തിലെ സന്യാസി സമൂഹത്തിന്റെ ഏറ്റവും ആധികാരികമായ വേദിയാണ് മാർഗദർശക മണ്ഡലം. അതുപോലെ തന്നെ ഹിന്ദു സംഘടനകള്, ഈ ഹിന്ദു സംഘടനകള്, മാർഗദർശക മണ്ഡലം, ഇവരുടെയൊക്കെ യോഗം വിളിച്ചുകൂട്ടാൻ ഈ ശിവഗിരി മഠം പോലുള്ള കേരളത്തിലെ ഏറ്റവും വലിയ സന്യാസി സമൂഹങ്ങൾക്ക് സാധിക്കും. ആ ഭാഗം അത് ക്ലിയർ ആവും. മൂന്നാമത്തെ, ഞാൻ നേരത്തെ സൂചിപ്പിച്ച കേരള ഹിന്ദു പ്ലേസസ് ഓഫ് പബ്ലിക് വർഷിപ്പ് ആക്ട്, അത് നിലനിൽക്കെ ആ നിയമത്തിന് വിരുദ്ധമായ കാര്യം ഉണ്ടാകണമെന്നുകൊണ്ട് പറയുന്നത് ഒഫൻസാണ്. ആ ഒഫൻസിനെ ഇല്ലാതാക്കണമെന്നുണ്ടെങ്കിൽ മറ്റൊരു നിയമനിർമ്മാണം കേരളത്തിലെ സർക്കാർ ചെയ്യണം. ഈ മൂന്ന് കാര്യങ്ങള്, വിശ്വാസവും വൈകാരികതയും നിയമവും, ഈ മൂന്ന് കാര്യങ്ങളിലും കാലാനുസൃതമായ മാറ്റങ്ങൾ ഈ ഹിന്ദു മതത്തിൽ ഉണ്ടാകേണ്ടത് ഈ സമൂഹത്തിന്റെ നിലനിൽപ്പിന്റെ ആവശ്യമാണ്. ഒരു കാര്യമുണ്ട്, ഈ നവോത്ഥാനവും മാറ്റവും ഒക്കെ ചർച്ച ചെയ്യുന്ന ഹിന്ദു മതത്തിനെ പറ്റി മാത്രമാണ്. നമ്മൾ ഓർക്കേണ്ടതുണ്ട്, ബാക്കി മതങ്ങളുടെ ഒന്നും ഒരു കാര്യത്തിലും ഒരാളും ഈ കേരളത്തിൽ ചർച്ച ചെയ്യാറില്ല. സമര പരിപാടി അല്ല ഇതിനാവശ്യം. ഇതിന് നേരത്തെ സൂചിപ്പിച്ചതുപോലുള്ള
ഈ ഒരു കൂട്ടായ്മ ഉണ്ടാക്കിയിട്ട് അവിടെ അഭിപ്രായ സമന്വയം ഉണ്ടാക്കിയതിനു ശേഷം യേശുദാസ് നിലവിലുള്ള നിയമം ഓർക്കണം. ശ്രീ ചെങ്ങറ സുരേന്ദ്രൻ സൂചിപ്പിക്കുകയുണ്ടായി, ആ ക്ഷേത്രത്തിന്റെ മുമ്പിൽ എഴുതി വെച്ചിരിക്കുന്ന വാചകം എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ അഹിന്ദുക്കൾക്ക് പ്രവേശനമില്ല, അതാ നിയമമാണ്. അഹിന്ദുക്കൾക്ക് പ്രവേശനമില്ല എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞ നിയമത്തിലെ ചട്ടം 3 അനുസരിച്ചുള്ള തീരുമാനമാണ്. അവിടെ അവിശ്വാസികൾക്ക് എന്ന വാക്കല്ല കിടക്കുന്നത്, അഹിന്ദുക്കൾക്കാണ്. യേശുദാസ് ഹിന്ദുവാണോ അഹിന്ദുവാണോ? ഒരാൾ ജന്മം കൊണ്ട് ഹിന്ദുവാവാം, ഒരാൾ കർമ്മം കൊണ്ട് ഹിന്ദു ആയി തീരുന്നതിന് ഒരു ഡിക്ലറേഷൻ വേണമെന്നാണ് ആ നിയമത്തിൽ പറഞ്ഞിരിക്കുന്നത്. അതാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. അതായത് ഹിന്ദു സമൂഹത്തെ കുറിച്ച് മാത്രം ആണ് ചർച്ചകൾ നടക്കുന്നത്, മറ്റു സമൂഹത്തിൽ ഇത്തരം പരിഷ്കരണങ്ങൾ വേണമെന്ന ആവശ്യം ഉയരുന്നില്ല. ഇപ്പോൾ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് ശ്രീ കെ കുഞ്ഞിരാമൻ. അതിനുള്ള മറുപടി വളരെ പെട്ടെന്ന്. ഈ നവോത്ഥാനം ദയവായി അൽവിളയിൽ ശ്രീ കെ കുഞ്ഞിരാമൻ. ഈ ആചാരാനുഷ്ഠാനങ്ങളൊന്നും ലംഘിക്കണമെന്ന് ആരും പറയുന്നില്ല, ഞാനും പറയുന്നില്ല. ആചാരാനുഷ്ഠാനങ്ങളൊന്നും ഇല്ലതുകൊണ്ട് നടന്നോട്ടെ, അതിനൊന്നും ആരും തടസ്സമല്ല. എല്ലാ സ്വാമിമാരും എല്ലാ സഭകളും ഇതിന് അനുകൂലം എന്നാണ് ചർച്ചയിൽ പങ്കെടുത്തവർ എല്ലാവരും പറയുന്നത്. പിന്നെ ആരാടെയും തടസ്സം? ഈ ഒരു കടലാസിന്റെ പ്രശ്നത്തിന്റെ പേരിലാണ്. അതൊന്നുമല്ല, ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന ചില ശക്തികളുണ്ട്, അവരാണ് ഇതിന് തടസ്സം. നേരത്തെ ചെയർമാൻ പറഞ്ഞതുപോലെ ഈ കാര്യങ്ങൾ നിർവഹിക്കാൻ വളരെ എളുപ്പമില്ല കാര്യമാണ്. ഗവൺമെന്റിനെ കൊടുത്ത് ചെയ്യേണ്ട ആ ഗവൺമെന്റ് ചെയ്യിപ്പിക്കാൻ വേണ്ടി ദേവസ്വം ബോർഡ് മെനക്കെട്ടാൽ മതി. ഇന്ന കാര്യങ്ങൾ ചെയ്യണം, യേശുദാസിനെ കണ്ട് എന്ത് ചെയ്യണം എന്ന കാര്യം നിങ്ങൾ ആലോചിക്കണം, അവരുടെ സംസാരിക്കണം. അങ്ങനെ സംസാരിച്ച് ഒരു കാരണവശാലും ഈ തടസ്സം ചെയ്യാൻ വേണ്ടി പാടില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. അതിന്റെ പേരിൽ എന്ത് പ്രശ്നങ്ങൾ ഉണ്ടായാലും, ഇപ്പൊ നമ്മുടെ സ്വാമിമാർ കൂടിയിട്ടാണ് സമരം നടന്നെങ്കിൽ സമരം ചെയ്തുകൊണ്ട് മാത്രമേ ഈ കാര്യം നേടാൻ കഴിയുന്നിടത്തേക്ക് എത്തിയത് കൊണ്ടാണല്ലോ. പിന്നെന്ത് ചെയ്യുന്നവര്? അങ്ങനെയാണ് അവർ പിന്നെ എത്തുന്നത്. അങ്ങനെ എത്തിക്കൂടാ. സമരം ചെയ്തിട്ട് മാത്രമേ, ഒരു അമ്പലപ്രവേശനത്തിന് വേണ്ടി സമരം ചെയ്തിട്ട് മാത്രമേ എപ്പോ 100 കൊല്ലങ്ങൾക്കും ഉണ്ടായ ആചാരം ഇനിയും അതുപോലെ നിലനിൽക്കുന്നു എന്ന് പറയുന്നത് ശരിയല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. ഒരു കാരണവശാലും നീട്ടിക്കൊണ്ടുപോകാതെ അദ്ദേഹത്തിന്റെ പ്രായവും കാര്യമൊക്കെ മനസ്സിലാക്കി അടിയന്തരമായി ദേവസ്വം ബോർഡും അതുപോലെ തന്ത്രിമാരും ഇടപെട്ട് അദ്ദേഹത്തെ കൊണ്ടുവന്ന് ഈ ക്ഷേത്രത്തിൽ ആരാധിക്കണം, അല്ലെ അനുമോദിക്കണം എന്നാണ് എന്റെ ബഹുമാനപൂർവ്വം നന്ദി. ശ്രീ കെ കുഞ്ഞിരാമൻ, മുൻ ഉദുമ MLA ചർച്ചയുടെ ഭാഗമായതിന്. ശ്രീ അഡ്വക്കേറ്റ് അനിൽ വിളയിൽ, വിശ്വ ഹിന്ദു പരിഷത്തിന്റെ പ്രതിനിധിയായി ചർച്ചയുടെ ഭാഗമായി. ശ്രീ രാഹുൽ ഈശ്വർ, ഒപ്പം സ്വാമി സച്ചിദാനന്ദ, ശിവഗിരി മഠത്തിന്റെ പ്രസിഡന്റ് കൂടിയാണ് അദ്ദേഹമാണ് ഈ ആവശ്യം മുന്നോട്ട് വെക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഗുരുവായൂർ ക്ഷേത്രനടയിൽ പ്രക്ഷോഭവും സംഘടിപ്പിക്കാൻ ഒരുങ്ങുകയാണ് ശിവഗിരി മഠം. ഈ വിഷയമാണ് ചർച്ചയായത്. ഈ വിഷയം ചർച്ച അവസാനിക്കുന്നു. നാളെ മറ്റൊരു വിഷയവുമായി എത്താം. നമസ്കാരം.